നമ്മൾ മെൻ്റലിൻ്റെ എക്സ്പെരിമെൻസും അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്ന ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, കോ ഡൊമിനൻസ് പോലുള്ള ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പുതിയൊരു മോഡേൺ ജെനറ്റിക്സിലേക്ക് വരികയാണ്. അതിൽ ആദ്യത്തെ ഒരു തിയറിയാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഇത് പ്രപ്പോസ് ചെയ്ത രണ്ട് പേരാണ് സട്ടൺ ആൻഡ് ബോവറി. വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബോവറി, ഈ രണ്ട് പേര് കൂടിയിട്ടാണ് ഈ ഒരു ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, എങ്ങനെയാണ് ഇവർ തിയറിയിലേക്ക് എത്തിയതെന്ന് ഞാൻ പറയാം. 90s മൈക്രോസ്കോപ്പിന്റെ ഇൻവെന്ററി ഒക്കെ നടന്നിട്ടുണ്ട്. മെന്റലിന്റെ കാലത്ത് മൈക്രോസ്കോപ്പ് അത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നീട് മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തു. മൈക്രോസ്കോപ്പിലൂടെ സെൽസ് കാണാൻ തുടങ്ങി. സെൽസിനകത്തുള്ള ന്യൂക്ലിയസും ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോം ഒക്കെ കാണാൻ തുടങ്ങി. ഈ സെൽ ഡിവിഷൻ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോമിന് കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. ക്രോമസോംസ് മെറ്റാഫേസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യുന്നു, ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നു, പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, പെയർ ചെയ്യുന്നു, സെഗ്രിഗേറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോംസിന് കുറച്ച് മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇവര് ഈ ക്രോമസോമൽ മൂവ്മെന്റ്സിലാണ് സ്റ്റഡി നടത്തിയത്. ഓക്കെ, മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തപ്പോൾ സെൽസും ന്യൂക്ലിയസ് ഒക്കെ ആളുകൾ കണ്ടുപിടിച്ചു. അതിനകത്ത് കളേർഡ് ബോഡീസ് ആയിട്ടുള്ള ക്രോമസോംസും കണ്ടുപിടിച്ചു. സെൽ ഡിവിഷൻ സമയത്ത് ഈ ക്രോമസോമിന്റെ മൂവ്മെന്റ്സ് പാറ്റേൺ ഏത് രൂപത്തിലാണ് എന്ന് മനസ്സിലായിക്കൊണ്ടിരുന്ന രണ്ട് പേരാണ് സട്ടൺ ആൻഡ് ബോവറി. അങ്ങനെ ക്രോമസോം പാറ്റേൺ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഈ ക്രോമസോം ഏതൊക്കെ രൂപത്തിലാണ് മൂവ്മെന്റ് സംഭവിക്കുന്നത്, ഏതൊക്കെ ചേഞ്ചസ് ആണ് ക്രോമസോമിന് സെൽ ഡിവിഷനിൽ സംഭവിക്കുന്നത്, അതേപോലെ തന്നെയാണ് മെന്റൽ പറഞ്ഞ ജീൻസിന്റെയും അലീൽസിന്റെയും കാര്യങ്ങൾ. അതായത് മെന്റലിന്റെ ജീൻസ് എന്ന് പറയുന്ന, അലീൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റും സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോമിന് ഉണ്ടാകുന്ന മൂവ്മെന്റ്സിനും ഒരു പാരലിസം ഉണ്ട്, ഒരു സിമിലാരിറ്റി ഉണ്ട് എന്നാര് മനസ്സിലാക്കി? സട്ടൺ ആൻഡ് ബോവറി മനസ്സിലാക്കി. എന്തൊക്കെയാണ് സിമിലാരിറ്റി എന്നറിയോ? ഇതവിടെ ഞാൻ ജീൻസിന്റെ കാര്യം എഴുതുവാണ്, ഇവിടെ ഞാൻ ക്രോമസോമിന്റെ കാര്യം എഴുതുവാണ്. ഓക്കെ, രണ്ടിനെയും സിമിലാരിറ്റീസ് ആണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, ജീൻസ് പെയേഴ്സ് ആയിട്ടാണ്, അലീൽസിലെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി പോലുള്ള പെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുക. ജീൻസിലെ അലീൽസ് എന്താണ്? പെയർഡ് ആണ്. അതേപോലെ തന്നെ സെൽ ഡിവിഷൻ സമയത്ത് ഹോമലോഗസ് ക്രോമസോംസും എന്ത് ചെയ്യുന്നുണ്ട്? പെയർ ചെയ്യുന്നുണ്ട്. പഠിച്ചിട്ടില്ലേ? പെറ്റേണൽ ആൻഡ് മെറ്റേണൽ ക്രോമസോം, ഒരേപോലുള്ള ക്രോമസോം. ഹോമലോഗസ് ക്രോമസോം എന്ത് ചെയ്യുന്നുണ്ട്? പെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പെയറിങ് രണ്ടുപേരും കാണിക്കുന്ന ഒരു സിമിലാരിറ്റിയാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ പെയേഴ്സ് ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ അലീലിക് പെയർ എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ ക്രോമസോംസ് എന്ത് ചെയ്യും? സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മെറ്റേണൽ ആൻഡ് പെറ്റേണൽ ക്രോമസോംസ് എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രോമസോംസും സെഗ്രിഗേഷൻ കാണിക്കുന്നുണ്ട്, ജീൻസിലെ അലീൽസും എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേഷൻ കാണിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇനി ഇതാ മൂന്നാമത്തെ ഒരു കാര്യമാണ്, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ആണെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് സെറ്റ് ക്രോമസോംസ് ആണെന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ ജീൻസിന്റെ കാര്യത്തിൽ ഒരു പോയിന്റ് കൂടി പറയാറുണ്ട്, ഇൻഡിപെൻഡന്റ് ജീൻസ് സെഗ്രിഗേറ്റ്സ് ഇൻഡിപെൻഡന്റ്ലി എന്ന് പറയണം. കാരണം ജീൻസ് തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു അസോസിയേഷൻ ഉണ്ട്. ലിങ്കേജ് എന്നാണ് ആ അസോസിയേഷനെ വിളിക്കുന്ന പേര്. അത് നിങ്ങളിത് കഴിഞ്ഞിട്ടുള്ള ക്രോമസോമൽ തിയറി കഴിഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലാണ് അത് പഠിക്കുന്നത്. അപ്പൊ ജീൻസ് പറയുമ്പോൾ ഡിപ്പെൻഡൻസ് ഇല്ലാത്ത ജീൻസ് എന്ത് ചെയ്യുന്നു? അതായത് ഒരേ ക്രോമസോമിൽ അല്ലാത്ത ജീൻസ് എന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ഇവിടെ രണ്ട് ഡിഫറെന്റ് ഹോമലോഗസ് പെയർ ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നു. അപ്പോ പെയേഴ്സ് ആയിട്ട് കാണപ്പെടുന്നു, സെഗ്രിഗേറ്റ് ചെയ്യുന്നു, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ ജീൻസും ക്രോമസോമും തമ്മിൽ എന്തുണ്ട്? ഒരു അസോസിയേഷൻ ഉണ്ട്, ഒരു പാരലിസം ഉണ്ട്, ഒരു സിമിലാരിറ്റി ഉണ്ട് എന്നാര് മനസ്സിലാക്കി? സട്ടൺ ആൻഡ് ബോവറി മനസ്സിലാക്കി.
അപ്പൊ അതിന്റെ ബേസിലാണ് ഇവര് ക്രോമസോമൽ തിയറി പറഞ്ഞത്. അപ്പൊ ജീൻസും ക്രോമസോമും ഇങ്ങനെ സ്വഭാവത്തിൽ സിമിലാരിറ്റി കാണിക്കണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തൊരു ബന്ധമില്ലേ? അങ്ങനെ അവർ ആ ബന്ധം മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അതായത് ക്രോമസോമിലാണ് ആര് കാണപ്പെടുന്നത്? ജീൻസ് കാണപ്പെടുന്നത്. ഇതാണ് ഫൈൻഡിങ്. ഈ ഒരു പാലസ് അതിന്റെ പിന്നിലെ കാര്യം ഇങ്ങനെയാണ്. രണ്ടുപേരും ഒരേ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ക്രോമസോമിലായിരിക്കണം ആര് കാണപ്പെടുന്നത്? ജീൻസ് കാണപ്പെടുന്നത്. ഈ ക്രോമസോമിന്റെ ഐഡന്റിക്കൽ സൈറ്റില്, ഓക്കെ, ഐഡന്റിക്കൽ ലോക്കസ് എന്ന് പറയും, അവിടെ ആയിരിക്കും ആ ജീൻസിന്റെ അലീൽസ് കാണപ്പെടുന്നത്. ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ടാകും. അതേപോലെ മറ്റേ ക്രോമസോമിൽ മറ്റേ പേരിൽ എന്തുണ്ടാകും? സ്മോൾ ടി ഉണ്ടാകും. ഇനി സഗ്രിഗേറ്റ് ചെയ്യുന്ന നോക്ക്. നമ്മൾ ക്രോമസോം സഗ്രിഗേറ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ? ക്രോമസോം സഗ്രിഗേറ്റ് ചെയ്യാണ്. ക്രോമസോം എന്ത് ചെയ്തു? ഗ്യാമീറ്റ് ഫോമിൽ സഗ്രിഗേറ്റ് ചെയ്തു. അപ്പോൾ ഒന്നിലേക്ക് ക്യാപിറ്റൽ ടി പോയി, മറ്റിലേക്ക് ആര് പോയി? സ്മോൾ ടി പോയി. ആരും സഗ്രിഗേറ്റ് ചെയ്തു? അലീൽസും സഗ്രിഗേറ്റ് ചെയ്തില്ലേ? അപ്പോ എന്താ കാരണം? ജീൻസ് ഇരിക്കുന്നത് എവിടെയാണ്? ക്രോമസോമിലാണ്. ജീൻസിന്റെ അലീൽസ് ഇരിക്കുന്നത് ആ ഹോമോലോഗസ് ക്രോമസോമിന്റെ ഐഡന്റിക്കൽ സൈറ്റുകളിലാണ് ആരിയിരിക്കുന്നത്? അലീൽസ് ഇരിക്കുന്നത് എന്നാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിലൂടെ ആര് പുറത്തു കൊണ്ടുവന്നത്? സട്ടൺ ആൻഡ് ബോവറി പുറത്തു കൊണ്ടു. സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോമിനുണ്ടാകുന്ന മൂവ്മെന്റ്സും അതേപോലെ തന്നെ അലീൽസിനുണ്ടാകുന്ന പലതരത്തിലുള്ള ചേഞ്ചസും സെഗ്രിഗേഷനും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും അത് അവിടെയും കാണപ്പെടുന്നുണ്ട്, ക്രോമസോമിലും കാണപ്പെടുന്നുണ്ട്. അപ്പൊ അവർ കൺക്ലൂഡ് ചെയ്ത കാര്യമാണ് ജീൻസ് ഇരിക്കുന്നത് എവിടെയാണ്? ക്രോമസോമിലാണ്. ഓക്കെ, ദെൻ ജീൻസിൽ 2 അലീൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ഒരു ഹോമോലോഗസ് പെയർ ക്രോമസോം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജീൻസിലെ അലീൽസ് ഇരിക്കുന്നത് ആ ഹോമോലോഗസ് ക്രോമസോമിന്റെ ഒരേ സ്ഥലങ്ങളിൽ, അതായത് ഈ ക്രോമസോമിന്റെ എത്ര ഡിസ്റ്റൻസിലാണോ ആ അലീൽ കാണപ്പെടുന്നത് അതേ ഡിസ്റ്റൻസിലായിരിക്കും ആരും കാണപ്പെടുന്നത്? മറ്റേ അലീലും കാണപ്പെടുന്നത്. Alleles are located on the identical locus of homologous chromosome. This is the chromosomal theory of inheritance. Chromosomal theory മനസ്സില്ല, segregation മനസ്സിലായില്ല. segregation ആണ് എങ്ങനെ? ഇതാ 2n കണ്ടീഷൻ ആണത്. 2n കണ്ടീഷൻ ആണ്. 2n ആണ്. ദെൻ ഗ്യാമീറ്റ് ആകും എന്തായിട്ട് മാറും? n ആയിട്ട് മാറും. ക്രോമസോം പെയർ എന്ത് ചെയ്യുന്നു? സെഗ്രിഗേറ്റ്, സെപ്പറേറ്റ് ആവണം. 23 ആയിട്ട് മാറണം ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ അല്ലേ? അപ്പോൾ 23 ഇവിടെ, 23 ഇവിടെ. അപ്പോൾ ക്യാപിറ്റൽ ടി ഒന്നില്, സ്മോൾ ടി ഒന്നില് സെഗ്രിഗേറ്റ് ചെയ്യാണ്. ഇതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കുന്ന സമയത്ത് ഇതാ ക്യാപിറ്റൽ ടി സ്മോൾ ടിയുടെ കൂടെ നമുക്ക് വേറൊരു ക്രോമസോം കൂടി വേണ്ടി വരും. കാരണം 2 ക്യാരക്ടേഴ്സ് വരുമ്പോഴാണല്ലോ നമ്മൾ എന്ത് പറയാറ്? ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറയാറ്. അതായത് ഇവിടെ നമുക്ക് 6 കൊടുക്കാം, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും. ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണത്, ഒരുപാട് വലുതാക്കി വരയ്ക്കേണ്ടി വരും. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാണ്. അപ്പൊ അവര് 2 പേരും എന്ത് ചെയ്യും? ഈ റെഡ് ക്രോമസോമും സെപ്പറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ബ്ലൂ ക്രോമസോം സ്പെയർസും, ഈ ഹോമോലോഗസ് സ്പെയറും ഈ ഹോമോലോഗസ് സ്പെയറും എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. അവർ പറ്റുന്ന രീതിയിലൊക്കെ കമ്പൈൻ ചെയ്യും. അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാമീറ്റ്സിലേക്ക് വരും. എങ്ങനെ? ക്യാപിറ്റൽ ടിയുടെ കൂടെ ക്യാപിറ്റൽ ആർ വരാം, സ്മോൾ ടിയുടെ കൂടെയും ക്യാപിറ്റൽ ടി വരാം. ഓക്കെ, ഈ രൂപത്തിൽ സ്മോൾ ടി ക്യാപിറ്റൽ ആർ വരാം. ഓക്കെ, അപ്പോൾ ടിയുടെ ഭാഗം നമ്മൾ കഴിഞ്ഞു. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ടി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. അതിന് കൂടെ ആർക്കും കൂടി ചേരാം? ക്യാപിറ്റൽ ആർ കൂടി ചേരാം, സ്മോൾ ആർ കൂടി ചേരാം, ക്യാപിറ്റൽ ആർ കൂടി ചേരാം, സ്മോൾ ആർ കൂടി ചേരാം. ഓക്കെ, 4 തരത്തിലുള്ള, അതായത് 2 പെയേഴ്സും ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇങ്ങനെ ഗ്യാമീറ്റ്സ്. ഇത് 2n ആണ്. ഇതൊക്കെ ഓരോന്നും n. ഇങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും നടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. ജീൻസ് എവിടെയാണ് കാണപ്പെടുന്നത്? ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. ജീൻസിന്റെ അലീൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? ആ ഹോമോലോഗസ് ക്രോമസോമിന്റെ ഒരേപോലത്തെ സ്ഥലങ്ങളിലാണ് അലീൽസും കാണപ്പെടുന്നത്. ഇവരെങ്ങനെയാണ് ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയെന്ന് മനസ്സിലായില്ലേ? സെൽ ഡിവിഷൻ സമയത്ത് ക്രോമസോമിനുണ്ടാകുന്ന മൂവ്മെന്റും മെന്റൽ പറഞ്ഞ അലീൽസിനുണ്ടാകുന്ന സെഗ്രിഗേഷനും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും ഇവിടെയും നടക്കുന്നുണ്ട്. രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡന്റ് അസോർട്ട് ചെയ്യുന്നുണ്ട്. 2 പേരും പെയർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രം കേട്ടോ. അടുത്തൊരു ടോപ്പിക്കാണ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. ഇപ്പം മെന്റല്
ഗാർഡൻ പീ പ്ലാന്റില് ഡൈ ഹൈബ്രിഡ് ക്രോസും മോണോ ഹൈബ്രിഡ് ക്രോസും നടത്തി. മെന്റലിന് അതിനനുസരിച്ച് കുറച്ച് ലോസും അതിനനുസരിച്ച് മെന്റൽ എന്ത് ചെയ്തു കൊണ്ടുവന്നു. അപ്പൊ അതേ എക്സ്പെരിമെന്റ് TH മോർഗൻ, തോമസ് ഹണ്ട് മോർഗൻ എന്ന് പറയുന്ന സയന്റിസ്റ്റും അതേ എക്സ്പെരിമെന്റ്, ഏത് എക്സ്പെരിമെന്റ്? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്, ഡൈ ഹൈബ്രിഡ് ക്രോസുകള് മോർഗനും നടത്തി. മോർഗൻ എക്സ്പെരിമെന്റിന് വേണ്ടി തിരഞ്ഞെടുത്തത് പ്ലാന്റ്സിനല്ല, അനിമൽസിനെയാണ്. അനിമൽസ് തന്നെ ഏറ്റവും സിമ്പിൾ അനിമൽ ആയിട്ടുള്ള ഡ്രോസോഫില മെലനോഗ്യാസ്റ്റം, ഫ്രൂട്ട് ഫ്ലൈ ആട്ടോ. ഡ്രോസോഫില്ല മെലനോഗ്യാസ്റ്റം എന്ന് പറഞ്ഞാൽ സാധാരണ പഴയ ഈച്ചയാണ്, ഫ്രൂട്ട് ഫ്ലൈ ആണ്. നമ്മൾ തക്കാളിയൊക്കെ ചീഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചക്കയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന ചെറിയ ചെറിയ ഈച്ചകളുണ്ടല്ലോ, ആ ഈച്ചകളെയാണ് ഡ്രോസോഫില്ല മെലനോഗ്യാസ്റ്റം എന്ന് പറയും. അതിലാണ് ആ എക്സ്പെരിമെന്റ് നടത്തിയത്, മോർഗൻ എക്സ്പെരിമെന്റ് നടത്തിയത്. ആ ഡ്രോസോഫിലയെ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ വരുന്നത് ഇങ്ങനെയാണ്. ഡ്രോസോഫിലയിൽ ആകെ 4 ക്രോമസോംസേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ മെയിലിനെയും ഫീമെയിലിനെയും വേർതിരിക്കാൻ പറ്റും. ഒരൊറ്റ റീപ്രൊഡക്ഷൻ തന്നെ ഒരുപാട് ഓഫ് സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയേ ഉള്ളൂ. പീ പ്ലാന്റിനേക്കാൾ കുറവാണ്, 2 ആഴ്ചയുള്ള ലൈഫ് സൈക്കിൾ. ദെൻ പെട്ടെന്ന് കൾച്ചർ ചെയ്യാനും പറ്റും. കുറച്ചൊരു ഫ്രൂട്ട്സ്, ഒരു പഴത്തൊലി ഉണ്ടെങ്കിൽ ഇതിനെ കൾച്ചർ ചെയ്യാനും പറ്റും. ഓക്കെ, ആ കാരണങ്ങളെ കൊണ്ട് തന്നെയാണ് ഡ്രോസോഫില്ല മെലനോഗ്യാസ്റ്ററിനെ ഫ്രൂട്ട് ഫ്ലൈയെ TH മോർഗൻ സ്റ്റഡി നടത്തി. അതിൽ ഡൈ ഹൈബ്രിഡ് ക്രോസുകൾ നടത്തി. പക്ഷേ നമ്മുടെ മെന്റലിന് കിട്ടിയ 9:3:3:1 എന്ന് പറയുന്ന ഡൈ ഹൈബ്രിഡ് റേഷ്യോ ആർക്ക് കിട്ടിയില്ല? മോർഗന് കിട്ടിയില്ല. മോർഗൻ പല ക്യാരക്ടർ എടുത്ത് ചെയ്ത് നോക്കുകയാണ്. ഈ ഡൈ ഹൈബ്രിഡ് ക്രോസുകൾ ഡ്രോസോഫിലിൽ ചെയ്ത് നോക്കുകയാണ്, പല ക്യാരക്ടർ എടുത്ത് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ മെന്റലിന് ഒരിക്കലും 9:3:3:1 കിട്ടുന്നില്ല, 12:3:4 ഒക്കെയാണ് കിട്ടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ റേഷ്യോ കിട്ടുന്നത് എന്ന് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. മെന്റൽ ഡൈഹൈബ്രിഡ് ക്രോസ് എന്നാണല്ലോ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പ്രൊപ്പോസ് ചെയ്തത്. അതായത് 2 ജീൻസും ഇൻഡിപെൻഡന്റ് അസോർട്ട് ചെയ്യും, അപ്പോൾ റേഷ്യോ 9:3:3:1 കിട്ടും എന്നാണല്ലോ മെന്റൽ പറഞ്ഞത്. അപ്പോ ഈ റേഷ്യോ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതായത് ഇൻഡിപെൻഡന്റ് അല്ല, ജീൻസ് തമ്മിലൊരു ബന്ധമുണ്ട് എന്നാര് മനസ്സിലാക്കി? മോർഗൻ മനസ്സിലാക്കി. അതായത് ഒരു ക്രോമസോമിലെ ജീൻസ് തമ്മിൽ, ഇതാണ് ഒരു ക്രോമസോം എങ്കിൽ ഈ ക്രോമസോമിൽ ഒരുപാട് ജീൻ ഉണ്ട്, A, B ഉണ്ട്, C ജീനുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഈ ക്രോമസോമിലെ ജീൻസ് തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ട്, ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷനെയാണ്, ആ ഒരു ഫിസിക്കൽ അസോസിയേഷൻ ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ലിങ്കേജ് എന്ന് പറയും. അത് വേറെ വേറെ ക്രോമസോമിലുള്ള ജീൻസ് തമ്മിലുള്ള ഇല്ല, ഒരേ ക്രോമസോമിലെ ജീൻസുകളാണെങ്കിൽ അവർ തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട് എന്ന് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ, ഡ്രോസോഫിലയിൽ നടത്തിയ എക്സ്പെരിമെന്റിലൂടെ ആർക്ക് മനസ്സിലായി? TH മോർഗൻ മനസ്സിലായി. ദാറ്റ് ഫിസിക്കൽ അസോസിയേഷൻ ബിറ്റ്വീൻ ജീൻസ് ഓഫ് എ ക്രോമസോം ഈസ് കോൾഡ് ലിങ്കേജ്. ഓക്കെ, അതാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഒരു ക്രോമസോമിലുള്ള ജീൻസ് തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് ഇത് പേരിൽ അറിയപ്പെടുന്നത്, ലിങ്കേജ് എന്നറിയപ്പെടുന്നത്. TH മോർഗൻ ആണ് ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി ഈ ലിങ്കേജും ജീൻസിന്റെ ഡിസ്റ്റൻസ് തമ്മിൽ കുറച്ച് ബന്ധമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ എയും ബിയും അടുത്തടുത്താണ്. എയും ബിയും എന്താണ്? അടുത്തടുത്താണ്. എന്നാൽ എയും സിയും ബിയും സിയും അടുത്തടുത്താണോ? കുറച്ച് ഡിസ്റ്റൻസിലാണ്. ഒരേ ക്രോമസോമിലാണെങ്കിൽ പോലും ഇവര് നെയ്ബേഴ്സ് ആണ്, ഇവർ കുറച്ച് അപ്പുറത്തുള്ളവർ. ഒരേ നാട്ടിലാണെങ്കിൽ പോലും ഇവർ നെയ്ബേഴ്സ് ആണ്, ഇവർ കുറച്ച് അപ്പുറത്തുള്ളവരാണ്. അപ്പൊ എയും ബിയും തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും? നെയ്ബേഴ്സ് ആയതുകൊണ്ട് തന്നെ എയും ബിയും തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും? എയും സിയേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ കണക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? അസോസിയേഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? ലിങ്കേജ് ആണ് അല്ലെ? അപ്പൊ ലിങ്കേജ് കൂടുതലായിരിക്കും എന്ത് കൂടുമ്പോൾ? ഡിസ്റ്റൻസ് കുറയുമ്പോൾ. ഡിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് കൂടും? ആ കണക്ഷൻ കൂടും. ലിങ്കേജും ഡിസ്റ്റൻസും എങ്ങനത്തെ റിലേഷൻ ആണ്? ഒരു ഇൻവേഴ്സ് റിലേഷൻ. ജനറലി ലിങ്കേജും ഡിസ്റ്റൻസും എങ്ങനത്തെ റിലേഷൻ ആണ്? ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ലിങ്കേജ് കുറയും, ഡിസ്റ്റൻസ് കുറയുമ്പോൾ ആ ജീൻസ് തമ്മിലുള്ള ബന്ധം ലിങ്കേജ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഇനി നിങ്ങൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇത്രയാണ് ലിങ്കേജിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ജീൻസ്, ഒരു ക്രോമസോമിലുള്ള ജീൻസ് തമ്മിലുള്ള കണക്ഷൻ ആണ് ലിങ്കേജ്. ലിങ്കേജും ഡിസ്റ്റൻസും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഒന്ന് കൂടിയാൽ മറ്റേത് കുറയില്ലേ? ഇനി നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാകും. ഞാൻ എയും ബിയും കുറച്ച് മുകളിലോട്ട് എഴുതാണ്. എയും ബിയും. ഓക്കെ,
ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഫിനോമിനൻ മിയോസിസ് സമയത്ത് ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. ജീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഇവിടെ റെസസീവ് കണ്ടീഷനാന്ന് വിചാരിക്കുക അടുത്ത ക്രോമസോമില്. ഇപ്പൊ ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കും. മിയോസിസിലെ ജീൻസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാണ്. ദാറ്റ് എക്സ്ചേഞ്ച് ഈസ് കോൾഡ് ക്രോസിംഗ് ഓവർ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ ഈ രണ്ട് ഹോമലോഗസ് ക്രോമസോമില് അത്തരത്തിൽ ക്രോസിംഗ് ഓവർ നടക്കുകയാണ്. ഇത്രയും ഭാഗം ഇങ്ങോട്ടും ഇത്രയും ഭാഗം ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാണ്. ഓക്കെ അല്ലേ? അപ്പൊ എക്സ്ചേഞ്ച് ചെയ്ത് നോക്കുക. ഇവിടെ ഇത്രയും ഭാഗം ആരാ? ഇവിടെ നിന്നാണ് അല്ലെ. മറ്റേ ക്രോമസോമില് ഇത്രയും ഭാഗം ഇങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആ ക്രോമസോം സെഗ്മെന്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ആരും പോകും? അതിലുള്ള ആ ഭാഗത്തുള്ള ജീൻസും പോകൂലേ. എ ബി അങ്ങോട്ട് പോയി, സ്മോൾ എ സ്മോൾ ബി ഇങ്ങോട്ട് വന്നു. ഇവിടെ ക്യാപിറ്റൽ സി, ഇവിടെ സ്മോൾ സി. ക്രോസിംഗ് ഓവർ നടത്തിയ കണ്ടീഷനാണ് ഞാൻ എഴുതുന്നത്. ഇനി ഇവിടെ നോക്കുക. ഇത് പാരന്റൽ ടൈപ്പാണ്. പാരന്റൽ ടൈപ്പാണ്. ഇത് ഗ്യാമീറ്റ്സ് ആണ്, അല്ലെങ്കിൽ പുതിയ ടൈപ്പാണ്. ക്യാപിറ്റൽ എയുടെ കൂടെ ഇവിടെ പാരന്റൽ ടൈപ്പില് ക്യാപിറ്റൽ എയുടെ കൂടെ ആരാ? ക്യാപിറ്റൽ ബി ആണ്. ക്യാപിറ്റൽ എയുടെ കൂടെ ഇവിടെ ആരാണ്? ക്യാപിറ്റൽ സി ആണ്. ഇവിടെ സ്മോൾ എയുടെ കൂടെ സ്മോൾ ബി ആണ്. സ്മോൾ എയുടെ കൂടെ ഇവിടെ ആരുണ്ട്? സ്മോൾ സി ഉണ്ട്. ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ ക്രോസിംഗ് ഓവർ നടന്നതിന് ശേഷമുള്ള കോമ്പിനേഷൻ നോക്കിയേ. ക്യാപിറ്റൽ എയുടെ കൂടെ ആര് തന്നെയാണ്? ക്യാപിറ്റൽ ബി ആണ്. സ്മോൾ എയുടെ കൂടെ ആര് തന്നെയാണ്? സ്മോൾ ബി ആണ്. പക്ഷെ ഇവിടെ നോക്കുക. ക്യാപിറ്റൽ എയുടെ കൂടെ പാരന്റിൽ ക്യാപിറ്റൽ എയുടെ കൂടെ ക്യാപിറ്റൽ സി ആണെങ്കിൽ ഇവിടെ ക്രോസിംഗ് ഓവറിന് ശേഷം ക്യാപിറ്റൽ എയുടെ കൂടെ ആരായിട്ട് മാറി? സ്മോൾ സി ആയി. സ്മോൾ എയുടെ കൂടെ ആര് വന്നു? ക്യാപിറ്റൽ സി ആയിട്ട്. പാരന്റിലെ പോലെയാണോ? അല്ല. ഇപ്പൊ പാരന്റിൽ നിന്ന് മാറ്റം വന്നു അല്ലെ. ഒരു പുതിയ കോമ്പിനേഷൻ എ ബി സി വന്നു. സ്മോൾ എ ബി ക്യാപിറ്റൽ സി വന്നു. ഇവിടെ എങ്ങനെയായിരുന്നു? എ ബി ക്യാപിറ്റൽ സി ആയിരുന്നു. സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി ആയിരുന്നു. അതിനൊരു മാറ്റം വന്നു. ഏത് പ്രോസസ് വഴി? ക്രോസിംഗ് ഓവർ വഴി. ആ ഒരു ചേഞ്ചിനെ, ആ ഒരു പുതിയ കോമ്പിനേഷൻ വരുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീകോമ്പിനേഷൻ. ദ ഫോർമേഷൻ ഓഫ് ന്യൂ കോമ്പിനേഷൻ, ന്യൂ ജീൻ കോമ്പിനേഷൻ ഈസ് കോൾഡ് റീകോമ്പിനേഷൻ. അത് വരുന്നത് എങ്ങനെയാണ്? ക്രോസിംഗ് ഓവർ വഴിയാണ്. കാര്യം മനസ്സിലായില്ലേ? ക്രോസിംഗ് ഓവറിലൂടെ പുതിയ കോമ്പിനേഷൻസ്, ജീൻസിന്റെ പുതിയ ഇതേപോലെ പുതിയ കോമ്പിനേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റീകോമ്പിനേഷൻ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലിങ്കേജും റീകോമ്പിനേഷനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുകൂടി മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക. എയും ബിയും അടുത്തടുത്താണ്, ലിങ്കേജ് കൂടുതലാണ്. എയും സിയും വിട്ടുവിട്ടാണ്, ലിങ്കേജ് കുറവാണ്. ഇവിടെ ക്യാപിറ്റൽ എക്കും ക്യാപിറ്റൽ ബിക്കും ഇടയിൽ വല്ല ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എക്കും സിക്കും ഇടയിൽ, ബിക്കും സിക്കും ഇടയിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ക്യാപിറ്റൽ എക്കും ക്യാപിറ്റൽ ബിക്കും ഇടയിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും തമ്മിലുള്ള ലിങ്കേജ്, എയും സിയും തമ്മിലുള്ള ലിങ്കേജിനേക്കാൾ കൂടുതലല്ലേ? ഡിസ്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് ലിങ്കേജ് കൂടുതലാണ്. അപ്പൊ എന്ത് കാര്യം മനസ്സിലാക്കാം? ലിങ്കേജും റീകോമ്പിനേഷനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. എന്താണ് ആ കണക്ഷൻ എന്നറിയോ? ലിങ്കേജ് കൂടിക്കഴിഞ്ഞാൽ അവർ ഒരുമിച്ചേ അപ്പുറത്തേക്കും പോകുള്ളൂ. നെയ്ബേഴ്സ് ആണ്. അവർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? ഒരുമിച്ചേ പോകുള്ളൂ. പള്ളിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? ഒരുമിച്ചേ പോകുള്ളൂ. ഓക്കെ അല്ലെ? അമ്പലത്തിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? അവർ ഒരുമിച്ചാണ് പോകുക. അവർ തമ്മിലുള്ള ബന്ധം കൂടുതലായതുകൊണ്ട് അവരെന്താണ്? ഒരുമിച്ചാണ് പോകുക. ഒന്ന് വിട്ടുള്ള ദൂരെയുള്ള ഒരാളുമായിട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ലിങ്കേജ് കുറയെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ലിങ്കേജ് കൂടുമ്പോൾ അവർ ഒരുമിച്ചേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അവർക്കിടയിൽ പുതിയൊരു ചേഞ്ച് സംഭവിക്കാനുള്ള ചാൻസ് കുറവാണ് എന്ന് മാത്രം. ഓക്കെ അല്ലേ? അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ലിങ്കേജ് കൂടിക്കഴിഞ്ഞാൽ റീകോമ്പിനേഷൻ എന്ത് ചെയ്യും? കുറയും. അത്രയും നല്ല അടുപ്പമുള്ള ജീൻസ് ആണെങ്കിൽ അവർക്കിടയിൽ പുതിയ കോമ്പിനേഷൻസ് എന്ത് ചെയ്യില്ല? വരില്ല. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്തായിരിക്കും? കുറവായിരിക്കും. എയും ബിയും തമ്മിലുള്ള ലിങ്കേജ് കൂടുതലാണ്, അതുകൊണ്ട് അവർക്കിടയിൽ എന്ത് വന്നില്ല? റീകോമ്പിനേഷൻ വന്നില്ല. എയും സിയും തമ്മിലുള്ള ബന്ധം കുറവാണ്, ലിങ്കേജ് കുറവാണ്. അപ്പൊ അവർക്കിടയിൽ ക്യാപിറ്റൽ എ സ്മോൾ സി എന്ന് പറയുന്ന പുതിയൊരു ടൈപ്പ് വന്നു.
ഇതാണ് ലിങ്കേജും റീകോംബിനേഷൻ തമ്മിലുള്ള ബന്ധം. ലിങ്കേജ് എന്താ മനസ്സിലായില്ലേ? ഒരേ ക്രോമസോമിലുള്ള ജീൻസ് തമ്മിലുള്ള ആ ഒരു കണക്ഷനെ വിളിക്കുന്ന പേരാണ് ലിങ്കേജ്. അസോസിയേഷൻ വിളിക്കുന്ന പേരാണ് ലിങ്കേജ്. ഡിസ്റ്റൻസ് കുറയുമ്പോൾ ലിങ്കേജ് കൂടും, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ലിങ്കേജ് കുറയും. ഇനി ക്രോസിംഗ് ഓവർ സമയത്ത് പുതിയ ജീൻ കോമ്പിനേഷൻസ് അറേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പുതിയ ജീൻ കോമ്പിനേഷൻസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീകോമ്പിനേഷൻസ് എന്ന് വിളിക്കും. റീകോമ്പിനേഷൻസ്. ലിങ്കേജുകൾ കൂടുതലുള്ള, ബന്ധം കൂടുതലുള്ള ജീൻസ് ആണെങ്കിൽ അവർക്കിടയിൽ പുതിയ കോമ്പിനേഷൻ വരുമോ? ഇല്ല. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറവായിരിക്കും. ഇനി ലിങ്കേജ് കുറവാണെന്നുണ്ടെങ്കിൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ലിങ്കേജ് എന്താണ്, റീകോമ്പിനേഷൻ എന്താണ്, ലിങ്കേജും റീകോമ്പിനേഷൻ തമ്മിലുള്ള ബന്ധം എന്താണ്, റീകോമ്പിനേഷൻ ലിങ്കേജും ഡിസ്റ്റൻസ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒന്നുകൂടിയും പറയാം, ഡിസ്റ്റൻസും ലിങ്കേജും എങ്ങനെയാ ബന്ധം? ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതൊന്നു കൂടിയാൽ മറ്റേത് കുറച്ച് ജനറലി എങ്ങനെയാണ് അല്ലേ? ഓക്കെ. റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയും ലിങ്കേജും ഇതേപോലത്തെ ബന്ധം തന്നെയല്ലേ? ഓക്കെ. റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയും ലിങ്കേജും ഇതേപോലെ അല്ലേ? ലിങ്കേജ് കുറഞ്ഞാൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടും, ലിങ്കേജ് കൂടിയാൽ ബന്ധം കൂടിയാൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ A = B, B = C, then A = C അല്ലേ? അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two gene is directly proportional to റീകോമ്പിനേഷൻ ഫ്രീക്വൻസി. അതായത് 2 ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ റീകോമ്പിനേഷൻ നടക്കാനുള്ള ചാൻസ് എന്താണ്? കൂടുതലാണ്. ഇതും കൂടി എന്ത് ചെയ്യുക? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ്, ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ റീകോമ്പിനേഷൻ നടക്കാനുള്ള ചാൻസ് ഫ്രീക്വൻസി കൂടുതലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഈ ഒരു ബന്ധം നോക്കുക. ഇതൊരു ക്രോമസോമാണെന്ന് വിചാരിക്കുക. ഡ്രോസോഫിലയിൽ ഒരു ക്രോമസോമാണ്. അതിൽ ഒരുപാട് ജീൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ABCD XYZ ഒക്കെ ഉണ്ട്. ഒരുപാട് ജീൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ പലതരത്തിലുള്ള എക്സ്പെരിമെന്റ് ആര് നടത്തി? പല ക്യാരക്ടേഴ്സ് വെച്ച് മോർഗൻ എക്സ്പെരിമെന്റ് നടത്തി. അപ്പോൾ ഓരോ സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന റീകോമ്പിനേഷൻ ഫ്രീക്വൻസിക്ക് എന്തുണ്ടാകും? വ്യത്യാസമുണ്ട്. കാരണം ജീൻസ് തമ്മിലുള്ള സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉള്ള ജീൻസിന് വ്യത്യാസം വരുന്നതിനനുസരിച്ച് എവിടെ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്? ആ റീകോമ്പിനേഷൻ ഫ്രീക്വൻസിക്ക് എന്ത് വരുന്നുണ്ട്? വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. കാരണം ഡിസ്റ്റൻസ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് ഡിസ്റ്റൻസിനനുസരിച്ച് ആ ജീൻസ് നമ്മുടെ ഡിസ്റ്റൻസിനനുസരിച്ച് റീകോമ്പിനേഷൻ ഫ്രീക്വൻസിക്ക് എന്ത് വരും? മാറ്റം വരും. അത് അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആണ് ആൽഫ്രഡ് സ്റ്റുട്ട്വെന്റ് എന്ന് പറയും. അതേ സ്റ്റുഡന്റ് ആണ് ആൽഫ്രഡ് സ്റ്റുട്ട്വെന്റ്. അദ്ദേഹം ഈ ഒരു കാര്യം മനസ്സിലാക്കി, ഡിസ്റ്റൻസിനനുസരിച്ച് റീകോമ്പിനേഷൻ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് ഓരോ ക്രോമസോമിലെയും ജീൻസ് എവിടേക്കാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചുകൂടാ? അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ക്രോമസോം മാപ്പിംഗ് നടത്തി. ഡ്രോസോഫില്ലയിലെ ഈ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി അനുസരിച്ച് ഓരോ ജീൻസും എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റി? ആൽഫ്രഡ് സ്റ്റുട്ട്വെന്റ് മനസ്സിലാക്കി. ആ ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് ക്രോമസോം മാപ്പിംഗ് എന്ന് വിളിക്കും. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി നോക്കിയിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് കണ്ടുപിടിച്ചു. അങ്ങനെ ക്രോമസോമിൽ ഇരിക്കുന്ന ഓരോ ജീൻസും എവിടേക്കാണെന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റി? ആൽഫ്രഡ് സ്റ്റുട്ട്വെന്റ് മനസ്സിലാക്കി. ദാറ്റ് ടെക്നിക് ഈസ് കോൾഡ് ക്രോമസോം മാപ്പിംഗ്. ഒരുപാട് സയന്റിസ്റ്റുകളുടെ പേര് പറഞ്ഞു അല്ലേ? മെൻഡൽ പറഞ്ഞു, അതുപോലെ റീഡിസ്കവർ ചെയ്ത ഹ്യൂഗോ ഡിവ്രിസ്, കോറൻസ്, ഷെർമാർക്ക് പറഞ്ഞു. ദെൻ പിന്നീട് മോർഗന്റെ കാര്യം, സട്ടൺ ആൻഡ് ബോവറി, ബാറ്റ്സൺ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇപ്പോൾ ആൽഫ്രഡ് സ്റ്റുട്ട്വെന്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ലിങ്കേജ് മോർഗൻ ആണ്. ഡൊമിനൻസ് മറ്റു കാര്യങ്ങളൊക്കെ മെന്റലാണ്. ക്രോമസോമൽ തിയറി സട്ടൺ ആൻഡ് ബോവറിയാണ്. സയന്റിസ്റ്റുകളുടെ പേരും ഈ ചാപ്റ്ററിൽ മറക്കരുത്. എക്സാമിന് ചോദിക്കുന്നതാണ്, എൻട്രൻസിനൊക്കെ ചോദിക്കുന്നതാണ്, അതുപോലെ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഇപ്പോൾ ലിങ്കേജ് റീകോമ്പിനേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്രോമസോമിലെ ജീൻസ് ആണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധമാണ് ലിങ്കേജ്. അടുത്തടുത്ത ജീൻസ് ആണെങ്കിൽ ലിങ്കേജ് കൂടുതൽ, വിട്ടുവിട്ടുള്ള ജീൻസ് ആണെങ്കിൽ ലിങ്കേജ് കുറവ്. ഇനി ലിങ്കേജ് കൂടുമ്പോൾ അവർക്കിടയിലുള്ള ക്രോസിംഗ് ഓവർ ചാൻസ് കുറയാണ്, റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറയും. ലിങ്കേജ് കൂടിയാൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറയും.
ഡിസ്റ്റൻസും റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയും ഡിസ്റ്റൻസ് കൂടിയാൽ ഇടയിൽ ക്രോസിംഗ് ഓവർ നടന്ന് റീകോമ്പിനേഷൻ നടക്കും. അത് വെച്ചിട്ടാണ് ഓരോ ജീൻസിനെയും സ്പോട്ട് ചെയ്ത് ക്രോമസോം മാപ്പിംഗ് നടത്തിയത്. ആരാ ക്രോമസോം മാപ്പിംഗ് നടത്തിയത്? ആൽഫ്രഡ് സ്റ്റുട്ട്വെന്റ്, സ്റ്റുഡന്റ് ഓഫ് ടി എച്ച് മോർഗൻ. അടുത്തൊരു ടോപ്പിക്കാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. വേരിയേഷൻസിന്റെ ഒരു റീസൺ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റീകോമ്പിനേഷൻ. റീകോമ്പിനേഷൻ മൂലം പാരന്റൽ ടൈപ്പിൽ നിന്ന് വ്യത്യസ്തമാർന്ന കോമ്പിനേഷൻസ് വരും. അങ്ങനെയാണ് പാരന്റ്സിൽ നിന്ന് ഓഫ്സ്പ്രിങ്സ് കുറച്ച് വ്യത്യാസം കാണിക്കുന്നത്. റീകോമ്പിനേഷൻ ഈസ് വൺ ഓഫ് ദി റീസൺ ഫോർ വേരിയേഷൻ. വേരിയേഷന്റെ രണ്ടാമത്തെ റീസൺ ആണ്, മറ്റൊരു റീസൺ ആണ് മ്യൂട്ടേഷൻ എന്ന് പറയും. ആൻഡ് ദിസ് മ്യൂട്ടേഷൻസ് ആർ ദി സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദി ക്യാരക്ടറിൽ ഉണ്ടാകുന്ന, പെട്ടെന്നുണ്ടാകുന്ന, അടുത്ത തലമുറയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാവുന്ന അത്തരം ചേഞ്ചസിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കും. ഇനി എങ്ങനെയാണ് മ്യൂട്ടേഷൻ വരുന്നത് നോക്കിക്കോ. ഇപ്പോ ക്രോമസോമിലാണ് ആരിയ്ക്കുന്നത്? ജീൻസ് ഇരിക്കുന്നത് അല്ലെ. ക്രോമസോംസിലെ DNA ഉണ്ട്. DNA-യില് ഇതേപോലെ നൈട്രജൻ ബേസ് സീക്വൻസുകൾ, അഡിനിൻ, തൈമിൻ, ഗുവാൻ, സൈറ്റോസിൻ, ഗുവാൻ പോലുള്ള നൈട്രജൻ ബേസ് സീക്വൻസുകൾ ഉണ്ട്. ഈ നൈട്രജൻ ബേസ് സീക്വൻസുകൾ പ്രോട്ടീൻസിനെ അല്ലെങ്കിൽ എൻസൈംസിനെ കോഡ് ചെയ്യും. അങ്ങനെയാണ് ഈ എൻസൈംസ് ആണ്, പ്രോട്ടീൻസ് ആണ് ഓരോ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ജീൻസ് ഇരിക്കുന്ന ക്രോമസോമിലാണ്. ക്രോമസോമിലെ DNA മോളിക്യൂൾ ആയിട്ടാണ്, DNA-യിലുള്ള നൈട്രജൻ ബേസ് സീക്വൻസുകളായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റെം ഹൈറ്റ് ആയിക്കോട്ടെ, സീഡ് ഷേപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊക്കെ ക്യാരക്ടർ ആയിക്കോട്ടെ, അതൊക്കെ ഇങ്ങനെ നൈട്രജൻ ബേസ് സീക്വൻസുകളായിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. പ്രോട്ടീൻ രൂപത്തിൽ അല്ലെങ്കിൽ എൻസൈം രൂപത്തിലാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ ഈ നൈട്രജൻ ബേസ് സീക്വൻസിന് ഒരു ചേഞ്ച് സംഭവിച്ചു വിചാരിക്കുക. TGC എന്ന സ്ഥലത്ത് വരുന്ന സ്ഥലത്ത് എന്ത് AAG ആയിട്ട് മാറി. അപ്പൊ എവിടെ ചേഞ്ച് സംഭവിക്കും? പ്രോട്ടീനിൽ അല്ലെങ്കിൽ ആ എൻസൈമിൽ ചേഞ്ച് സംഭവിക്കും. ഫൈനലി എവിടെയും ചേഞ്ച് ഉണ്ടാകും? ക്യാരക്ടറിലും ചേഞ്ച് ഉണ്ടാകും. ഇപ്പൊ DNA ഉള്ള നൈട്രജൻ ബേസിലുള്ള ചേഞ്ച് മൂലം ക്യാരക്ടറിൽ എന്ത് ചെയ്യാണ്? ചേഞ്ച് വരികയാണ്. അത്തരത്തിലുള്ള ചേഞ്ചസിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻസ് എന്ന് വിളിക്കും. DNA സീക്വൻസിൽ ചേഞ്ച് വരുന്നു, അങ്ങനെ ജീൻസിൽ ചേഞ്ച് വരുന്നു. അപ്പൊ ജീന് കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടറിലും എന്ത് വരും? ചേഞ്ച് വരും. സച്ച് changes, heritable changes are called mutations. ഈ മ്യൂട്ടേഷനില്, ഈ ജീൻ മ്യൂട്ടേഷനില് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട മ്യൂട്ടേഷൻസ് ആണ് പോയിന്റ് മ്യൂട്ടേഷൻ ആൻഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷൻ ആൻഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഫസ്റ്റ് വൺ ആണ് പോയിന്റ് മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷൻ ശ്രദ്ധിക്കുക. ഇതൊരു നൈട്രജൻ ബേസ് സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. GUC, GC, GC, GAGCU, അങ്ങനെയാണ് ഒരു നൈട്രജൻ ബേസ് പോകുന്ന വിചാരിക്കുക. ഇതൊരു പ്രോട്ടീനെ തരുന്നുണ്ട്. then അതൊരു ക്യാരക്ടറിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ ജിക്ക് പകരം എന്തായിട്ട് മാറി? എ ആയിട്ട് മാറി. അധികം വ്യത്യാസമൊന്നും വന്നില്ല. ഈ ഒറ്റ പോയിന്റിൽ എന്ത് വന്നു? വ്യത്യാസം വന്നു. അങ്ങനെ എന്ത് ചേഞ്ച്? എവിടെ ചേഞ്ച് സംഭവിക്കാം? പ്രോട്ടീനിൽ ചേഞ്ച് സംഭവിക്കാം. ഒരൊറ്റ ബേസിലാണ്, ഒരു സിംഗിൾ ബേസിലെ ചേഞ്ച് മൂലമാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് എങ്കിൽ such mutations are called point mutation. Mutation changes occurs at a single base. ഒരൊറ്റ ബേസിലെ ചേഞ്ച് മൂലമാണ് ക്യാരക്ടറിൽ ചേഞ്ച് വരുന്നതെങ്കിൽ that mutation is called point mutation എന്ന് വിളിക്കും. ഓക്കെ, ഇനി വേറൊരു മ്യൂട്ടേഷനും കൂടി ഉണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമ്പിൾ പഠിക്കാനുണ്ട്. പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ ആണ്, എല്ലാവർക്കും അറിയുന്ന ഡിസീസ് ആണ് സിക്കിൾ സെൽ അനീമിയ. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് പഠിക്കുന്ന കേട്ടോ, സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ നോർമൽ ഹീമോഗ്ലോബിൻ ആണെങ്കിൽ GAG ആയിരിക്കും. GAG ആണെങ്കിൽ അത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ആയിരിക്കും.
എന്നാൽ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അബ്നോർമൽ ഹീമോഗ്ലോബിൻ ആയിരിക്കും, തകരാർ സംഭവിച്ച ഹീമോഗ്ലോബിൻ ആയിരിക്കും. അതിന് കാരണം AG അല്ല, എക്ക് പകരം ആരായിരിക്കും? U ആയിരിക്കും. അപ്പൊ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ആര് വരും? വാലിന് വരും. അതാണ് അബ്നോർമൽ ഹീമോഗ്ലോബിൻ ആവാനുള്ള കാരണം. അപ്പോൾ അധികം ചേഞ്ച് സംഭവിച്ചുള്ളൂ. എവിടെ ചേഞ്ച് ഉള്ളൂ? AU ആയിട്ട് മാറുന്നുള്ള ചേഞ്ച്. ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ എന്ത് സംഭവിച്ചുള്ളൂ? ചേഞ്ച് സംഭവിച്ചിട്ടുള്ളൂ. അത്തരം മ്യൂട്ടേഷനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. ചേഞ്ചസ് അറ്റ് സിംഗിൾ ബേസ്. എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ. ഇനി രണ്ടാമത്തെ മ്യൂട്ടേഷൻ ആണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഓക്കെ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സീക്വൻസ് വിചാരിക്കുക. GCAGCAA ഇതാണ് സീക്വൻസ് വിചാരിക്കുക കേട്ടോ. ഇതാണ് സീക്വൻസ് വിചാരിക്കുക. ഇതിലെ കുറച്ച് സെഗ്മെന്റ്സ്, കുറച്ച് സീക്വൻസ് എന്ത് ചെയ്തു? ഡിലീറ്റ് ആയി പോയി വിചാരിക്കുക. കുറച്ച് സീക്വൻസ് എന്താ ചെയ്ത് പറയും? ഡിലീറ്റ് ആയി പോയി. അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് സീക്വൻസ്, കുറച്ച് AAGGCCകൾ എന്ത് ചെയ്തു? എക്സ്ട്രാ ആഡ് ചെയ്യുന്ന വിചാരിക്കുക, ഇൻസേർട്ട് ചെയ്തു വിചാരിക്കുക. കുറച്ച് സീക്വൻസുകൾ ഒഴിവായി പോകുക, അല്ലെങ്കിൽ കുറച്ച് സീക്വൻസുകൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോഴും എവിടെ ചേഞ്ച് സംഭവിക്കും? ക്യാരക്ടറിൽ ചേഞ്ച് സംഭവിക്കൂലേ? അത്തരം മ്യൂട്ടേഷൻസിനെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. സീക്വൻസുകൾ ഒരു സീക്വൻസും അല്ല കേട്ടോ. നേരത്തെ ഒറ്റതിലായ വ്യത്യാസമായിരുന്നു പോയിന്റ് മ്യൂട്ടേഷൻ. ഇവിടെ ഒന്നല്ല, ഒരു സീക്വൻസുകൾ. ഓക്കെ, AACC പോലുള്ള സീക്വൻസുകൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുക, അല്ലെങ്കിൽ പുതിയ സീക്വൻസ് അതിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഇത്രയാണ് മ്യൂട്ടേഷന്റെ ഭാഗത്ത് വരുന്നത്. ഒരിക്കൽ കൂടി പറയാം. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കും. അത് DNA സീക്വൻസിൽ ചേഞ്ച് സംഭവിക്കും, അങ്ങനെ ജീനിൽ ചേഞ്ച് സംഭവിക്കും, അങ്ങനെ ക്യാരക്ടറിൽ എന്തുണ്ടാകും? ചേഞ്ച് ഉണ്ടാകും. അതാണ് മ്യൂട്ടേഷൻ. ഒരൊറ്റ ബേസിന്റെ ചേഞ്ച് മൂലമാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ പോയിന്റ് മ്യൂട്ടേഷൻ, ആസ് ഇൻ സിക്കിൾ സെൽ അനീമിയയിലൊക്കെ. ദെൻ ഒരു സീക്വൻസിന്റെ ഡിലീഷൻ മൂലമോ സീക്വൻസിന്റെ അഡീഷൻ മൂലമോ ആണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ ആ മ്യൂട്ടേഷനെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഡിലീഷൻ ഓർ ഇൻസേർഷൻ ഓഫ് നൈട്രജൻ ബേസ് സീക്വൻസ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഈ മ്യൂട്ടേഷൻസിന് കാരണമാകുന്ന വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളെ, ഏജൻസിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടാജൻസ് എന്ന് വിളിക്കാം. ദ സബ്സ്റ്റൻസസ് ദാറ്റ് കോസിംഗ് മ്യൂട്ടേഷൻസ് ആർ കോൾഡ് മ്യൂട്ടാജൻസ്. ഓക്കെ, ഈ മ്യൂട്ടാജൻസ് 3 തരത്തിലാക്കി നമുക്ക് പറയാൻ പറ്റും. ഫിസിക്കൽ മ്യൂട്ടാജൻസ് എന്ന് പറയാം. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. എക്സാമ്പിൾ ആയിട്ട് എക്സ്റേ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഗാമ റേ കേട്ടിട്ടുണ്ടാകും, അതുപോലെ UV റേഡിയേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. ഇങ്ങനത്തെ റേഡിയേഷൻസ് നൈട്രജൻ ബേസ് സീക്വൻസിൽ എന്ത് വരുത്തും? ചേഞ്ച് സംഭവിക്കും. ജീനിൽ ചേഞ്ച് ഉണ്ടാകും, ക്യാരക്ടറിൽ ചേഞ്ച് ഉണ്ടാകും. അല്ലെങ്കിൽ ചില കെമിക്കൽ ഏജൻസിനും ഇത്തരത്തിൽ ചേഞ്ച് സംഭവിപ്പിക്കാം. അതിന് എക്സാമ്പിൾ ആണ് മസ്റ്റാർ ഗ്യാസ്. ഒരു കെമിക്കലാണ്. ഈഥൈൽ മീഥൈൽ സൾഫണേറ്റ് പോലുള്ള കെമിക്കൽസിനും എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ബേസിന് ചേഞ്ച് വരുത്താം. പോയിന്റലി ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ നടത്താം. ഇനി ചില ബയോളജിക്കൽ ഏജൻസിനും, some biological agents can also cause, ചില വൈറസുകൾക്കൊക്കെ, ചില ബാക്ടീരിയകൾക്കൊക്കെ ഇത്തരത്തിൽ DNA-യുടെ നൈട്രജൻ ബേസ് സീക്വൻസിൽ എന്ത് വരുത്താം? ചേഞ്ച് വരുത്താം. അതൊക്കെ എന്തിന് കാരണമാകും? മ്യൂട്ടേഷന് കാരണമാകും. അപ്പം മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന ആ വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടാജൻസ്. റേഡിയേഷൻസ് ആണെങ്കിൽ ഫിസിക്കൽ മ്യൂട്ടാജൻസ്, കെമിക്കൽ വസ്തുക്കളാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ മ്യൂട്ടാജൻസിന്, വൈറസ് ബാക്ടീരിയ പോലുള്ള ഏജൻസ് ആണെന്നുണ്ടെങ്കിൽ ബയോളജിക്കൽ മ്യൂട്ടാജൻസ്. ഇതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. റീകോമ്പിനേഷൻ പോലെ തന്നെ പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിന്, വേരിയേഷന് കാരണമാകുന്ന മറ്റൊരു ഫാക്ടറാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. സെക്സ് ഡിറ്റർമിനേഷൻ. അതായത് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് പിന്നിലുള്ള ജനറ്റിക്സ്.
ഒരു ഓർഗാനിസിലെ 2 സെറ്റ് ക്രോമസോംസ് ഉണ്ട്. ജീൻസ് ഇരിക്കുന്നത് ക്രോമസോമിലാണ് അല്ലെ. ഈ ക്രോമസോംസ് 2 സെറ്റ് ഉണ്ട്. ഒന്ന് നോർമൽ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഒക്കെ അടങ്ങുന്ന ജീൻസ് ഇരിക്കുന്ന ക്രോമസോംസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോസോമൽ ക്രോമസോം എന്ന് വിളിക്കും. ഇനി വേറൊരു ക്രോമസോം ഉണ്ട്, അതാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ ക്രോമസോമിനെ വിളിക്കുന്ന പേരാണ് അലോസോംസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സെക്സ് ക്രോമസോംസ് എന്ന് വിളിക്കും. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിൽ 46 ക്രോമസോം അഥവാ 23 പെയർ ക്രോമസോംസ് ഉണ്ട്. അതിൽ 22 പെയർ, 44 ഓട്ടോസോംസ് ആണ്. ഒരു പെയർ 2 മാത്രമാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോം, സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ആ 2 ക്രോമസോം ഒന്നെങ്കിൽ XX ആകാം, അല്ലെങ്കിൽ എന്താകാം, XY ആകാം. XX ആണെങ്കിൽ ഫീമെയിൽ ആയിരിക്കും, XY ആണെങ്കിൽ എന്തായിരിക്കും, മെയിൽ ആയിരിക്കും. അപ്പൊ ക്രോമസോംസ് 2 തരത്തിലുണ്ട്. ഓട്ടോസോമൽ ക്രോമസോംസ് ഉണ്ട്, സെക്സ് ക്രോമസോംസ് ഉണ്ട്. ഓട്ടോസോമൽ ക്രോമസോം നോർമൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ആണ്. എന്നാൽ ഒരു ഇൻഡിവിജ്വലിന്റെ സെക്സ്, ജെൻഡർ ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു ജീൻസ് ഒക്കെ ഇരിക്കുന്നത് എവിടെയാണ്? അലോസോംസിലാണ് അഥവാ സെക്സ് ക്രോമസോമിലാണ്. ഹ്യൂമൻ ബീങ്സിന്റെ കേസ് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു. ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ 46 ക്രോമസോം ഉണ്ട്. അതിൽ 44 ഓട്ടോസോംസ് ആണ്. ലാസ്റ്റ് 2 മാത്രമാണ് സെക്സ് ക്രോമസോം. അത് XX ആണെങ്കിൽ ഫീമെയിലും XY ആണെങ്കിൽ മെയിൽ. പിന്നെ നമുക്ക് അനിമൽസിലുള്ള പലതരത്തിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസംസ് ഒന്ന് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് പഠിക്കാനുള്ള മെക്കാനിസം XX XY മെക്കാനിസമാണ്. XX XY മെക്കാനിസം ഹ്യൂമൻ ബീങ്സിലെ, മാമൽസിലെ ഈ മെക്കാനിസമാണ്. അതേപോലെ മോർഗന്റെ എക്സ്പെരിമെന്റൽ സ്പെസിമെൻ ആയിട്ടുള്ള ഡ്രോസോഫിലയിലൊക്കെ XY മെക്കാനിസമാണ്. ഇവിടെ മെയിൽസ് XX ആണ്, ഫീമെയിൽസ് XY ആണ്. ഇൻ XX XY സെക്സ് ഡിറ്റർമിനേഷൻ മെയിൽ XXും മെയിൽ XYയും ഫീമെയിൽ എന്തായിരിക്കും? XX ആയിരിക്കും. മാറിപ്പോരുത്, മെയിൽ XYയും ഫീമെയിൽ XX-ഉമാണ്. പിന്നെ ഇവിടുത്തെ ഗ്യാമീറ്റ്സ് ഉണ്ടാവും. അടുത്ത സ്റ്റെപ്പ് ഗ്യാമീറ്റ്സ് ഉണ്ടാവണം അല്ലേ. ഇപ്പൊ ഫീമെയിലിന് എത്ര ഗ്യാമീറ്റ് ഉണ്ടായാലും അതിൽ ആര് മാത്രമേ കാണുള്ളൂ? X മാത്രമേ കാണുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫീമെയിൽസിന് ഇവിടെ XX XY മെക്കാനിസത്തിലെ ഫീമെയിൽ XX ആയതുകൊണ്ട് തന്നെ എത്ര ഗ്യാമീറ്റ് ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിലേത് ക്രോമസോമേ സെക്സ് ക്രോമസോമായിട്ട് ഉണ്ടാകുള്ളൂ? X മാത്രമേ ഉണ്ടാകുള്ളൂ. ഓൺലി 1 ടൈപ്പ് ഓഫ് ക്രോമസോംസേ ആര് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഹോമോഗ്യാമെറ്റിക് എന്ന് വിളിക്കും. മെയിൽ ആണെങ്കിൽ അങ്ങനെയല്ല. 2 തരത്തിലുള്ള സെക്സ് ക്രോമസോം ഉണ്ട്, X ഉണ്ട്, Y ഉണ്ട് അല്ലെ. അപ്പൊ പകുതി X അടങ്ങിയ സ്പോംസ് ആണെന്നുണ്ടെങ്കിൽ പകുതിയിൽ എന്തായിരിക്കും? Y അടങ്ങിയ സ്പോംസ് ആയിരിക്കും. ഒരേപോലത്തെ ഗ്യാമീറ്റ്സ് ആണോ? അല്ല. ചിലതിൽ X ആയിരിക്കും, 50% എന്തായിരിക്കും? Y ആയിരിക്കും. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോഗ്യാമെറ്റിക് എന്ന് വിളിക്കും. ഹെറ്ററോഗ്യാമെറ്റിക്. ഫീമെയിൽ ഹോമോഗ്യാമെറ്റിക് ആണ്, ഒരേപോലത്തെ ക്രോമസോംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരേപോലത്തെ ഗ്യാമീറ്റ്സ് ആണ്. X അടങ്ങിയ ഗ്യാമീറ്റ്സ് മാത്രമേ ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മെയിൽ Xും Y ഉള്ളത് കൊണ്ട് 50-50 ആയിരിക്കും. 50-ൽ Xും 50-ൽ Yയും ആയിരിക്കും. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഹെറ്ററോഗ്യാമെറ്റിക്. ഇനി അത് കൂടിച്ചേരാണ്. Xും കൂടിച്ചേരാം. Xും കൂടി ഈക്വൽ പ്രോബിലിറ്റി ആട്ടോ. Xും കൂടിച്ചേരാനും Xും Yയും കൂടിച്ചേരാൻ ഈക്വൽ പ്രോബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി ആയിരിക്കും അല്ലെ, ഫീമെയിൽ പ്രോജനി ആയിരിക്കും. Yയും Xും കൂടിച്ചേരാം. XY ആണെങ്കിൽ കുട്ടി എന്തായിരിക്കും? മെയിൽ, ബോയ് ആയിരിക്കും, ആൺകുട്ടി ആയിരിക്കും. അപ്പൊ ഇവിടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് റോള്, ആ ചോയ്സ്, ആ വ്യത്യാസം കൊടുക്കുന്നത്, മെയിലോ ഫീമെയിലോ തീരുമാനം എടുക്കുന്നത് ആരുടെ ഗ്യാമീറ്റ്? മെയിൽ ഗ്യാമീറ്റ് ആണോ ഫീമെയിൽ ഗ്യാമീറ്റ് ആണോ? മെയിൽ ഗ്യാമീറ്റ് ഒരൊറ്റ ടൈപ്പേ ഉള്ളൂ. അതിനങ്ങനെ ചോയ്സ് ഒന്നുമില്ല, ചാൻസുകളൊന്നുമില്ല. ഫീമെയിൽ ഗ്യാമീറ്റ് X മാത്രമേ ഉള്ളൂ, അതിന് ചാൻസുകളില്ല. മെയിൽ ഗ്യാമീറ്റ് ആണെങ്കിൽ Xും Y 2 ചാൻസുകളുണ്ട്. അതിൽ X ആണ് സ്പേം ഓവമായിട്ട് കൂടിച്ചേരുന്നെങ്കിൽ ഫീമെയിൽ ആയിരിക്കും, Y ആണ് കൂടിച്ചേരുന്നെങ്കിൽ എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. അപ്പോൾ ആ ചോയ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരായിരിക്കും? മെയിൽ ഗ്യാമീറ്റ്സ്. ഏത് മെയിൽ ഗ്യാമീറ്റ് ആണോ കൂടിച്ചേരുന്നത് അതായിരിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ആരാണോ ഹെറ്ററോഗ്യാമീറ്റിക്, അതാ പോയിന്റ് കേട്ടോ, ആരാണോ ഹെറ്ററോഗ്യാമീറ്റിക്, ഡിഫറെന്റ് ടൈപ്പ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ചോയ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അവരായിരിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമിൻ
ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഹെട്രോഗാമിറ്റിക് ആയുള്ള പാരൻസ് ആരാണോ അതാണ് സെക്സ് ഡിറ്റർമിനൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എക്സസ് എക്സ് വൈ മെക്കാനിസം മനസ്സിലായില്ലേ? ഹ്യൂമൻസിലും ഡ്രോസോഫിലയിലും കാണപ്പെടുന്ന മെക്കാനിസമാണ് എക്സ് 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 വൈ മെക്കാനിസം. എക്സസ് എക്സ് വൈ മെക്കാനിസത്തിൽ മെയിൽ എക്സ് വൈ, ഫീമെയിൽ എക്സസ് ആണ്. ഫീമെയിൽ ഒറ്റ ടൈപ്പ് ഗ്യാമീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ഹോമോഗ്യാമിറ്റിക് ആണ്. മെയിൽ ആണെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സ് അടങ്ങിയ ഗ്യാമീറ്റും വൈ അടങ്ങിയ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹെട്രോഗ്യാമിറ്റിക് ആണ്. ആരാണോ ഹെട്രോഗ്യാമിറ്റിക് അവരാണ് ജനിക്കാൻ പോകുന്ന കൊച്ച് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആരാണോ ഹെട്രോഗ്യാമിറ്റിക് അവരാണ് ഓഫ്സ്പ്രിങ്സിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തീരുമാനിക്കുന്നത് ആരുടെ ഗ്യാമിറ്റാ? മെയിൽസിന്റെ ഗ്യാമിറ്റാണ്. കാരണം മെയിലാണ് ഹെട്രോഗ്യാമിറ്റിക്. ഓക്കെ, അപ്പോൾ പെൺകുട്ടി പ്രസവിച്ചതിന് ഫീമെയിൽസിനെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഉത്തരവാദി ആരാണ്? ഗ്യാമീസ് വെച്ച് ഉത്തരവാദി ആരാണ്? മെയിൽസ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു സെക്സ് ഡിറ്റർമിനിങ് മെക്കാനിസത്തിലേക്ക് കൂടി പോകാം. ഇതേപോലെ തന്നെയാട്ടോ അടുത്തും പഠിക്കുന്നത്, ശ്രദ്ധിക്കും. എക്സോമെക്കാനിസം. എക്സോമെക്കാനിസം ഗ്രാസ് ഹോപ്പറിൽ കാണുന്ന മെക്കാനിസമാണ് എക്സോ മെക്കാനിസം. ഗ്രാസ് ഹോപ്പറിൽ കാണപ്പെടുന്ന മെക്കാനിസമാണ്. ഇവിടെ ഫീമെയിൽ എക്സ് ആണ്, മെയിൽ ഒരെക്സേ ഉള്ളൂ, ഒരെക്സ് ഇല്ല. ഇല്ല എന്ന് കാണിക്കാനാണ് ഓന്ന് കൊടുക്കുന്നത്, അല്ലാതെ ഓ ക്രോമസോമിന്റെ പേരല്ല. ഫീമെയിൽ 2 എക്സും മെയിലിൽ 1 എക്സും ആണെങ്കിൽ, 1 എക്സ് ഇല്ല എങ്കിൽ അതാണ് ആര്? മെയിൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫീമെയിൽ എത്ര ടൈപ്പ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും? എത്ര ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അതിൽ ഏത് ക്രോമസോമേ ഉണ്ടാകുള്ളൂ? എക്സ് ഉണ്ടാകുള്ളൂ. മെയിൽ അങ്ങനെയല്ല, 50% എക്സ് അടങ്ങിയ ഗ്യാമീറ്റും 50% ഓ അടങ്ങിയ ഗ്യാമീറ്റ് ആണോ? അല്ല, ഒന്നുമില്ലാത്ത ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആരാ ഹോമോഗ്യാമിറ്റിക്, ആരാ ഹെട്രോഗ്യാമിറ്റിക്? ഫീമെയിൽ ഒരേ ടൈപ്പ് ഗ്യാമീറ്റാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹോമോഗ്യാമീറ്റിക് ആണ്. മെയിൽ നോക്കുക, എക്സ് അടങ്ങിയതും എക്സ് ഇല്ലാത്തതുമായിട്ടുള്ള 2 തരത്തിലുള്ള ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹെട്രോഗ്യാമീറ്റിക് ആണ്, ഹെട്രോഗ്യാമീറ്റിക് ആണ് അല്ലേ? ഇതാ ഇവര് തമ്മിൽ കൂടിച്ചേരാം, ഇത് തമ്മിൽ കൂടിച്ചേരാം. എക്സ് എന്ന് പറയുമ്പോൾ ആരാ? ഫീമെയിൽ ആണ്. എക്സും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഒരു എക്സ് ആപ്ഷൻ എന്ന് പറയുമ്പോൾ ആരാണ്? മെയിൽ ആണ്. സോ ഇവിടെയും സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് കാരണമാകുന്ന ആര് തന്നെയാണ്? മെയിൽ ആണ്. ഹെട്രോഗ്യാമറ്റിക് ആയിട്ടുള്ള മെയിൽ ആണ്. 2 ചാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ അല്ലേ? എക്സോ മെക്കാനിസം ഗ്രാസ് ഹോപ്പർ പോലുള്ള ഇൻസെക്റ്റുകളിൽ കാണപ്പെടുന്ന മെക്കാനിസമാണ്. ഇവിടെ ഫീമെയിൽ എക്സും മെയിൽ എക്സും ആണ്. ഇവിടെയും ഫീമെയിൽ ഹോമോഗ്യാമറ്റിക് ഒരൊറ്റ ടൈപ്പ് ഗ്യാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മെയിൽ എക്സ് ഒ എന്ന് പറയുന്ന 2 ടൈപ്പ് ഗ്യാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹെട്രോഗ്യാമറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ മെയിൽ ആയിരിക്കും ജനിക്കാൻ പോകുന്ന ജെൻഡർ, കൊച്ചിൻ്റെ ജെൻഡർ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, വേറൊരു മെക്കാനിസം കൂടിയുണ്ട്. ഇതേ പാറ്റേൺ തന്നെ പഠിക്കാൻ പോകുന്ന മറ്റൊരു മെക്കാനിസം കൂടിയുണ്ട്. 3ാമത്തെ മെക്കാനിസമാണ് ZZZW mechanism, and that is found in domestic fowl അല്ലെങ്കിൽ ബേർഡ്സിലൊക്കെ കാണുന്ന ഒരു മെക്കാനിസം ആണ് ZZZW മെക്കാനിസം എന്ന് പറയും. ചിക്കനിലൊക്കെ കാണപ്പെടുന്ന മെക്കാനിസമാണ് ZZZW മെക്കാനിസം. ശ്രദ്ധിക്കുക, ഇവിടെ മെയിൽ എന്ന് പറയുമ്പോൾ കോഴിയുടെ കേസിൽ കോക്ക് ZZ ആയിരിക്കും. നേരത്തെ വ്യത്യാസമുണ്ട് കേട്ടോ. Z വരുമ്പോൾ മെയിൽ വ്യത്യാസം വരും കേട്ടോ. ദെൻ ഫീമെയിൽ എന്ന് പറയുന്നത് ഹെന്നാണ്, ZW ആയിരിക്കും. നേരത്തെ ചെറിയ വ്യത്യാസം ഒന്നല്ലേ. അവിടെ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റിൽ മുഴുവൻ ആരേ കാണുള്ളൂ? Z കാണൂ അല്ലേ. അപ്പോ ഇവിടെ മെയിലാണ് ഹോമോഗ്യാമീറ്റിക്. ZZW മെക്കാനിസത്തിൽ മെയിലാണ് ഹോമോഗ്യാമറ്റിക്. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ. ഇവിടെ ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റില് സെറ്റും കാണും ഡബ്ല്യൂവും കാണും. 50-50 രണ്ടും കാണും. 2 തരത്തിലുള്ള ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹെട്രോഗ്യാമറ്റിക്. നേരത്തെ XY മെക്കാനിസത്തിലും XO മെക്കാനിസത്തിലും
മെയിൽ ഹെട്രോഗ്യാമറ്റിക്, ഫീമെയിൽ ഹോമോഗ്യാമറ്റിക്, മെയിൽ സെക്സ് ഡിറ്റർമിനന്റ് ആയിരുന്നു. എന്നാൽ ഇവിടെ ZW മെക്കാനിസിൽ മെയിൽ ZZ ആണ് ഹോമോഗ്യാമറ്റിക് ആണ്, ഫീമെയിൽ ZW ഹെട്രോഗ്യാമറ്റിക് ആണ്. ഓക്കെ, കൂടിച്ചേർക്കാൻ എല്ലാവർക്കും അറിയാലോ. ഇവിടെ Z കൂടിച്ചേരുന്നു, കോക്ക് പൂവൻകോഴി. ദെൻ Z W കൂടിച്ചേരുന്നു, ഹെൻ പിടക്കോഴി. ഇവിടെ സെക്സ് ഡിറ്റർമിനന്റ് ആരാണ്? ഹെൻ ആണ്. അപ്പോൾ ZW മെക്കാനിസത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നു. ഫീമെയിൽ ആണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫീമെയിൽ ആണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് 3 മെക്കാനിസംസ്. XX XY മെക്കാനിസം. അതിൽ ആര് ഹോമോഗ്യാമറ്റിക്, ആര് ഹെട്രോഗ്യാമറ്റിക്, ആര് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നു, ആരിലാണ് ആ ഒരു മെക്കാനിസം കാണപ്പെടുന്നത്. അത്രയും പോയിന്റ്സ്. XX XO മെക്കാനിസം ഗ്രാസ് ഹോപ്പറിലാണ്. മെയിൽ ഏതാണ്, ഫീമെയിൽ ഏതാണ്, ആരാണ് ഹോമോഗ്യാമറ്റിക്, ആരോ ഹെട്രോഗ്യാമറ്റിക്, ആരാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ നേരത്തെ പറഞ്ഞ 2 മെക്കാനിസം ഒരു വ്യത്യാസമുള്ള മെക്കാനിസമാണ്, ഓപ്പോസിറ്റ് ആകുന്ന മെക്കാനിസമാണ് ZZ ആൻഡ് ZW മെക്കാനിസം. ചിക്കനിലാണ് കാണപ്പെടുന്നത്. ഇവിടെ ഫീമെയിൽ ആണ് ഹെട്രോഗ്യാമറ്റിക് ZW. ഓക്കെ, ഒരു മെക്കാനിസം കൂടി പഠിക്കാനുണ്ട്. അത് ഇതേപോലെയല്ല, ക്രോമസോം വെച്ചിട്ടുള്ളതല്ല. സെല്ല് ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ അതനുസരിച്ചുള്ള മെക്കാനിസമാണ് കേട്ടോ. അത് ഇതേപോലെയല്ല, വ്യത്യാസമുള്ളൊരു മെക്കാനിസമാണ്. ഹണിബിയിൽ വാസ്പിലൊക്കെ കാണപ്പെടുന്ന മെക്കാനിസമാണ് ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം. ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം അത് ഹണിബിയിൽ കാണപ്പെടുന്ന ഒരു മെക്കാനിസമാണ്. ലേറ്റസ്റ്റ് NCERT ബുക്കിൽ എക്സ്ട്രാ ആഡ് ചെയ്തൊരു മെക്കാനിസമാണ് ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം. പഴയ ബുക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇത് കാണാൻ പറ്റൂല. ഓക്കെ, പുതിയ ബുക്കിൽ മാത്രമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഹാപ്ലോയിഡ് ആയിരിക്കും, അടുത്ത ഇൻഡിവിജ്വൽ എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. മെയില് ഹാപ്ലോയിഡ് ആണ്, അതായത് 16 ക്രോമസോംസേ കാണുള്ളൂ. ഫീമെയില് ഡിപ്ലോയിഡ് ആണ്, എത്ര ക്രോമസോം ഉണ്ടാകും? 16 × 2 32 ക്രോമസോംസ് ഉണ്ടാകും. ഇൻ ഹണിബി മെയിൽ ഹാപ്ലോയിഡും ഫീമെയിൽ ഡിപ്ലോയിഡും ആണോ. ഓക്കെ, അപ്പോൾ മെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. മെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഏത് ഡിവിഷനാണ് നടക്കുക? ഇനി റിഡക്ഷൻ ഡിവിഷൻ നടക്കാൻ പറ്റും, മ്യൂസിസ് നടക്കാൻ പറ്റുമോ? അപ്പോൾ 16/2 ആകും, 8 ആകും. അതൊരിക്കലും നടക്കില്ല. ഓക്കെ, ഒരിക്കലും പോസിബിൾ ആകില്ല. ഓക്കെ, അപ്പോൾ മെയിൽസ് ഓൾറെഡി ഹാപ്ലോയിഡ് ആയതുകൊണ്ട് ആ ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഡിവിഷൻ ഏതാകണം? മൈറ്റോസ് ആകണം. അപ്പോൾ മെയിലിൽ ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ നടക്കുന്ന ഡിവിഷൻ ഏതാണ്? മൈറ്റോസ് ഡിവിഷനാണ്. കാരണം ഹാപ്ലോയിഡ് മെയിലിൽ നിന്ന് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇക്വേഷണൽ ഡിവിഷൻ നടക്കണം, മൈറ്റോസ് ഡിവിഷൻ നടക്കണം. എന്നാൽ ഫീമെയിലിൽ നിന്ന് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫീമെയിലിൽ നിന്ന് ഡിപ്ലോയിഡ് ആണ്, ഡിപ്ലോയിഡിൽ നിന്ന് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് 16 അടങ്ങിയ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇക്വേഷണൽ ഡിവിഷൻ ആണ്. 32 ആണ് കിട്ടുന്നത്, അല്ല 32 16 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഡിവിഷൻ ഏതാണ്? മിയോസിസ് ആണ്. ഈ 2 പോയിന്റും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹണിബിയുടെ കേസിൽ മെയിലിൽ നിന്ന് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോട്ടിക് ഡിവിഷനിലൂടെയും ഫീമെയിലിൽ നിന്ന് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവിഷനിലൂടെയാണ്, മിയോസിസ് ഡിവിഷനിലൂടെയുമാണ്. ഓക്കെ, ഇനി ഈ 2 ഗ്യാമീറ്റും കൂടിച്ചേരുന്നു, 16 കൂടിച്ചേരുന്നു. ഡിപ്ലോയിഡ് കണ്ടീഷൻ ആരാ? ഫീമെയിൽ അല്ലെ. 2 ഗ്യാമീറ്റും കൂടി ചേർന്നാൽ ഉണ്ടാകുന്നത് ഡിപ്ലോയിഡ് ആണ്. എന്നും കൂടി ചേർന്ന് 2n ആണ്. 16 കൂടി ചേർന്ന് 32 ആണ്, ഫീമെയിൽ ആണ്. ഓക്കെ, ഡിപ്ലോയിഡ് ആണെങ്കിൽ ആരാണ്? ഫീമെയിൽ ആണ്. ഈ ഫീമെയിൽ തന്നെ 2 തരത്തിലുണ്ട്. ചില ആളുകൾ റോയൽ ജെല്ലി എന്ന് പറയുന്ന ഫുഡ് കഴിക്കും. റോയൽ ജെല്ലി ഫീഡ് ചെയ്യും, എല്ലാവരും കൊടുക്കൂല. ചില മെമ്പേഴ്സിന് മാത്രം, ആ ഫീമെയിൽസിൽ കുറച്ച് മെമ്പേഴ്സിന് മാത്രം, 5-6 മെമ്പേഴ്സിന് മാത്രം റോയൽ ജെല്ലി കൊടുക്കും. ആ റോയൽ ജെല്ലി കൊടുക്കുന്ന ഫീമെയിൽസ് ആണ് എന്തായിട്ട് മാറുന്നത്? ക്യൂനായിട്ട് മാറുന്നത്. ക്യൂന് മാത്രമേ എന്തിനുള്ള കപ്പാസിറ്റി ഉള്ളൂ? റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളൂ, ഫെർട്ടൈലാണ്. റോയൽ ജെല്ലി കഴിക്കാത്തവര് സാധാരണ ഫീമെയിൽ ആകും. ആ സാധാരണ ഫീമെയിലിനെ വിളിക്കുന്ന പേരാണ് വർക്കർ ബി എന്ന് വിളിക്കും. അവർക്ക് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ല, അവർ സ്റ്റെറൈലാണ്. റോയൽ ജെല്ലി കഴിക്കുന്നവർ ക്യൂനായിട്ട് മാറും, കഴിക്കാത്തവർ വർക്കർ ബി ആയിട്ട് മാറും. വർക്കർ ബി സ്റ്റെറൈലാണ്, ക്യൂന് ഫെർട്ടൈലാണ്. ഇത്രയാണ് ഫീമെയിൽസിന്റെ കാര്യം. ഗ്യാമറ്റിക് ഫ്യൂഷനിലൂടെയാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
എന്നാൽ ഇവിടെ നോക്കുക, 16 ക്രോമസോമുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗിയാമീറ്റ് ഡെവലപ്പ് ചെയ്ത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആരെ പ്രൊഡ്യൂസ് ചെയ്യും? മെയിൽ ബിയെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ഫീമെയിൽ ഗിയാമീറ്റ് ഒരു ഹോൾ ഓർഗാനിസമായി ഡെവലപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസിനെ നിങ്ങൾ ബോട്ടണിൽ പഠിച്ചിട്ടുണ്ടാകും. ആ ഒരു പ്രോസസിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോജെനസിസ് എന്ന് വിളിക്കും. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റിന്റെ ഫെർട്ടിലൈസേഷൻ വഴി ഫീമെയിൽസ് ഉണ്ടാകുന്നു. ഫീമെയിൽ ഗ്യാമീറ്റിന്റെ പാർത്തനോജെനസിസ് വഴിയാണ് ഹണിബിയുടെ കേസിൽ ആരുണ്ടാകുന്നത്? മെയിൽസ് ഉണ്ടാകുന്നത്. ഈ കാര്യം മനസ്സിലായോ? ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം ആണ്. നേരത്തെ പറഞ്ഞ മെക്കാനിസം ഒരുപാട് വ്യത്യാസമുള്ള ഒരു മെക്കാനിസമാണ് അല്ലെ. ഇവിടെ XXO ZZ എന്നെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ക്രോമസോമിന്റെ എണ്ണമാണ്. ക്രോമസോം ഹാപ്ലോയിഡ് ആണെങ്കിൽ മെയിൽ ആയിരിക്കും, ക്രോമസോം ഡിപ്ലോയിഡ് ആണെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. ആ എണ്ണമാണ് മെയിൽ ആകണോ ഫീമെയിൽ ആകണോ എന്ന് തീരുമാനിക്കേണ്ടത്. ഈ കാര്യം ശ്രദ്ധിക്കുക. മെയിൽ ഹാപ്ലോയിഡ് ആയതുകൊണ്ട് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മൈറ്റോട്ടിക് ഡിവിഷൻ, ഫീമെയിൽ ഡിപ്ലോയിഡ് ആയതുകൊണ്ട് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മിയോട്ടിക് ഡിവിഷൻ. രണ്ടും കൂടി ചേർന്നാൽ വീണ്ടും ഡിപ്ലോയിഡ് ആയിട്ട് മാറി, അതായത് ഫീമെയിൽ ആയിട്ട് മാറി. ഫീമെയിൽ ഗ്യാമീറ്റ് പാർത്തനോജെനസിലൂടെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിലായിട്ടും മാറും. ഇതാണ് സെക്സ് ഡിറ്റർമിനേഷനിൽ വരുന്നത് കേട്ടോ. XS-XY മെക്കാനിസം ഉണ്ട്. ഇതിൽ XX ഫീമെയിലും XY മെയിലും. സെക്സ് ഡിറ്റർമിനന്റ് XY ആണ്. XXO മെക്കാനിസം ഉണ്ട്, ഫീമെയിലും മെയിലുമാണ്. ദെൻ ZZ മെക്കാനിസം ഉണ്ട്, ഫീമെയിൽ ZW സെക്സ് ഡിറ്റർമിനന്റ് ആണ്. ദെൻ ഹാപ്ലോ ഡിപ്ലോയിഡ് മെക്കാനിസം ഹണിബിയുടെ കേസിൽ. ഇതാണ് സെക്സ് ഡിറ്റർമിനേഷനിൽ വരുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടോ. മൈറ്റോസ്, മിയോസ്, ഫെർട്ടിലൈസിങ്, പാർത്തനോജെനസിസ് ഒക്കെ ഒരുപാട് എൻട്രൻസ് ക്വസ്റ്റ്യൻ ഒക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അടുത്തൊരു ടോപ്പിക്കാണ് പെഡിഗ്രി അനാലിസിസ്. ക്യാരക്ടേഴ്സ് ഓഫ്സ്പ്രിങ്സിലേക്ക്, പിന്നെ ഓഫ്സ്പ്രിങ്സിൽ നിന്ന് അവരുടെ മക്കളേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹെറ്റ് ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്. പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ആകാം, അല്ലെങ്കിൽ വല്ല ജനറ്റിക് ഡിസോർഡർ, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ പോലെയുള്ള ജനറ്റിക് ഡിസോർഡർ ആകാം. ഒരു ഫാമിലിയിലെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ഡിസോർഡർ ഇൻഹെറിറ്റ് ചെയ്യുന്ന ആ പാറ്റേണെ കുറിച്ച് മനസ്സിലാക്കുക, അനലൈസിസ് നടത്തുക. അതാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. It is the analysis of a particular character or genetic disorder over several generations in a family. Grandparents, parents, offsprings, അവരുടെ ഗ്രാൻഡ് ഡോട്ടേഴ്സ്, ഗ്രാൻഡ് സൺ, അങ്ങനെ ഒരു ഫാമിലിയിലെ പല ജനറേഷനിലായിട്ട് ആ ക്യാരക്ടർ എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന, അനലൈസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് വിളിക്കും. അങ്ങനെ പെഡിഗ്രി അനാലിസിസിലൂടെ ആ ക്യാരക്ടറിന്റെ സ്വഭാവം മനസ്സിലാകും. അത് ഡൊമിനന്റ് ആണോ റെസസീവ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരു സിഗ്നിഫിക്കൻസ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇനി വരുന്ന ജനറേഷനിൽ എത്ര പെർസെൻറ്റേജോളം ഈ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാം എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും എന്തുപയോഗിക്കാറുണ്ട്? പെഡിഗ്രി അനാലിസിസ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ ജനറ്റിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഇപ്പൊ ജനറ്റിക് ഡിസോർഡേഴ്സ് മക്കളിലേക്ക് എത്രത്തോളം വരുമെന്ന് ആ പാരൻസിനെ ബോധവാന്മാരാക്കുന്ന, അതായത് പ്രഗ്നൻസിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കൗൺസിൽ ചെയ്ത് കൊടുക്കാറുണ്ട് ഫോറിൻ കൺട്രീസിൽ. നമ്മുടെ നാട്ടിൽ അത്രത്തോളം വന്നിട്ടില്ല. അവിടെയൊക്കെ അവർ ആ ഫാമിലിയിൽ ആ ഡിസോർഡേഴ്സിനെ അല്ലെങ്കിൽ ആ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ പെഡിഗ്രി അനാലിസിസ് എടുക്കാറുണ്ട്. പാരൻസിൽ എങ്ങനെയുണ്ട്, ഗ്രാൻഡ് പാരൻസിൽ ആ ക്യാരക്ടേഴ്സ് എത്രത്തോളം ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അനാലിസിസ് ചെയ്യാറുണ്ട്. അതാണ് പെഡിഗ്രി അനാലിസിസ്. ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡറിനെ കുറിച്ച് ഒരു ഫാമിലിയിലെ പല ജനറേഷനിൽ അതിന്റെ ഇൻഹെറിറ്റൻസ് എത്രത്തോളമാണ് എന്ന് പഠിക്കുന്നു. അതാണ് പെഡിഗ്രി അനാലിസിസ്. അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഈ പെഡിഗ്രി അനാലിസിസ് ഇതേപോലെ ഫാമിലി ട്രീ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഫാമിലി ട്രീസ് വരുന്നുണ്ടാവില്ലേ? അച്ഛൻ, അമ്മ, ചേച്ചി, അങ്ങനെ ഫാമിലി ട്രീ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആ ഒരു ഫാമിലി ട്രീ കൺസെപ്റ്റിൽ തന്നെയാണ് പെഡിഗ്രി അനാലിസിസും റെപ്രസെന്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആ ഫാമിലി ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ പെഡിഗ്രി അനാലിസിസിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ, ഒരു സ്ക്വയർ ആണ് കാണിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം മെയിലാണ്, നോർമൽ മെയിലാണ്. ഇനി അതല്ല, ഇങ്ങനെ സർക്കിൾ ആണ് കാണിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം
ഫീമെയിലാണ്. ഇനി സെക്സ് ഏതാന്ന് പറയുന്നില്ലെങ്കിൽ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് പറയുന്നില്ലെങ്കിൽ ഈ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് പറയുക സെക്സ് അൺസ്പെസിഫൈഡ്. പറയുന്നില്ല, ചിലപ്പോൾ തേർഡ് ജെൻഡർ ആകാം, അല്ലെങ്കിൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് പറയാത്ത കേസ് ആകാം കേട്ടോ. അതാണ് സെക്സ് അൺസ്പെസിഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ കാണിക്കാൻ വിചാരിക്കുക, ഈ സ്ക്വയർ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സർക്കിൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഡയമണ്ട് ഷേപ്പ് ഇങ്ങനെ സെക്സ് അൺസ്പെസിഫൈഡ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന അർത്ഥം. ഇപ്പം നമ്മളൊരു ക്യാരക്ടറിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ഇപ്പം ഹീമോഫീലിയാണ് പഠിക്കുന്നത് വിചാരിക്കുക. അപ്പം നമ്മൾ പറയുന്ന മെയിലിൽ ഹീമോഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെയിലിനെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യും. നമ്മൾ പറയുന്ന ഫീമെയിലിൽ സിക്കിൾ സെൽ അനീമിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫീമെയിലിന് എന്ത് ചെയ്യും, ഇങ്ങനെ ഷെയ്ഡ് ചെയ്യും. ഈ സെക്സ് പറയാത്തതിൽ ഇങ്ങനെ എഫക്റ്റഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ അർത്ഥം നമ്മൾ പഠിക്കുന്ന ക്യാരക്ടർ ആ ഇൻഡിവിജ്വൽസിൽ ഉണ്ട് എന്നാണ് അർത്ഥം. എഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനെയാണ് എഫക്റ്റഡ് മെയിൽ, എഫക്റ്റഡ് ഫീമെയിൽ, എഫക്റ്റഡ് സെക്സ് അൺസ്പെസിഫൈഡ്, ഇങ്ങനെയാണ് അങ്ങനെ കാണിക്കുക കേട്ടോ. ഷെയ്ഡ് ചെയ്താൽ നമ്മൾ പഠിക്കുന്ന ക്യാരക്ടർ അവിടെ ഉണ്ടെന്നർത്ഥം. ഇതെങ്ങനെ കാണിക്കും? ഇതൊരു മെയിലാണ്, ഇതൊരു ഫീമെയിലാണ്. ഓക്കെ, ഒരു ലൈൻ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഇതാണ് മാരേജ് ലൈൻ ആണത്. ഇപ്പൊ മെയിലും ഫീമെയിലും കപ്പിൾസ് ആണ് കേട്ടോ. ഇതൊരു കപ്പിൾസ് ആണ്, അല്ലെങ്കിൽ മെയ്റ്റിങ്ങിനെയാണ് ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ കൊണ്ട് സൂചിപ്പിക്കും. ഇങ്ങനെയും സൂചിപ്പിക്കാറുണ്ട്. ഇതാ രണ്ട് ലൈനോട് സൂചിപ്പിക്കാറുണ്ട്. അതെന്താ? രണ്ടാമത്തെ മീറ്റിംഗ്. അതല്ല, മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ആണെങ്കിൽ ജെനറ്റിക്സിന് അതിന് കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ട്. മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൺസാഗ്വനസ് മെയ്റ്റിംഗ് എന്ന് വിളിക്കും. കോൺസാഗ്വനസ് മെയ്റ്റിംഗ് എന്നാ വിളിക്കുക. അത്തരം മെയ്റ്റിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡബിൾ ലൈന് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി വേറെ റെപ്രസെന്റേഷൻ ഒരു ഫാമിലിയെ ട്രീ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു ഫാദർ, മദർ, അവരുടെ കുട്ടികൾ താഴത്തോട്ട് ഇങ്ങനെ സൂചിപ്പിക്കുക. അവർക്ക് 3 കുട്ടികളുണ്ട് അല്ലെ. ദെൻ അവരുടെയും ഫാമിലി ഇങ്ങനെ താഴത്തോട്ടായിട്ട് കാണിക്കും. ഈ രൂപത്തിലാണ് ഒരു ഫാമിലിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. പാരൻസ്, അവരുടെ പ്രോജനീസ്, അവരുടെ ഗ്രാൻഡ് പ്രോജനീസ് അങ്ങനെ കാണിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് പെഡിഗ്രി അനാലിസിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ക്യാരക്ടേഴ്സ് ഒരു ഫാമിലിയിൽ എത്രത്തോളം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ അനാലിസ് ചെയ്യുക. അതാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. അത് ആ ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ മനസ്സിലാക്കാനും അടുത്ത ജനറേഷനിൽ എത്രത്തോളം ആ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നു മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി അത് ഫാമിലി ട്രീ ആയിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യാറ്. ആ ഫാമിലി ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരുപാട് സിമ്പിൾസ് ഉപയോഗിക്കാറുണ്ട്. മെയിലിന് സ്ക്വയർ, ഫീമെയിൽ സർക്കിൾ, സെക്സ് അൺസ്പെസിഫൈഡ്. പിന്നെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്താണ് കാണിക്കുന്നതെങ്കിൽ എഫക്റ്റഡ് ആണ്. സിംഗിൾ ലൈൻ ഉപയോഗിച്ച് കാണിക്കുന്നതെങ്കിൽ മെയ്റ്റിംഗ് ആണ്. ഡബിൾ ലൈനിങ് ആണെങ്കിൽ മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ആണ്, ദാറ്റ് ഈസ് കോൺസാഗ്വനസ് മെയ്റ്റിംഗ് ആണ്. പിന്നെ ഇങ്ങനെയാണ് ഫാമിലീസ് കാണിക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ബർത്ത് ഓർഡർ. ഇത് മൂത്ത കുട്ടി, രണ്ടാമത്തെ കുട്ടി, ഇളയ കുട്ടി, അങ്ങനെയാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ബർത്ത് ഓർഡർ വരുന്നത്. ഇതാണ് പെഡിഗ്രി അനാലിസിസ്. ജനറ്റിക് ഡിസോർഡറിന്റെ കേസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസോർഡർ ട്രേസ് ചെയ്യാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഈ ചാപ്റ്ററിന്റെ അവസാന ടോപ്പിക്കിലേക്ക് വരികയാണ്. ജനറ്റിക് ഡിസോർഡർ വലിയ ടോപ്പിക്കാണ് കേട്ടോ. ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതക വൈകല്യങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. കേട്ട ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, മസ്കുലർ ഡിസ്ട്രോഫി, അങ്ങനെ ഒരുപാട് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ എന്താണ് ജനറ്റിക് ഡിസോർഡേഴ്സ്? അതിലെ പല ടൈപ്സ് ഏതൊക്കെയാണ്? ദെൻ അതിലെ ഒരു 5 ജനറ്റിക് ഡിസോർഡേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 5 അല്ല, ടോട്ടൽ 8 ജനറ്റിക് ഡിസോർഡേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ജനറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജീൻസിലുള്ള ഡിഫക്റ്റ് ആകാം, അല്ലെങ്കിൽ ജീൻസുകൾ കാണപ്പെടുന്ന ക്രോമസോമൽ ഡിഫക്റ്റ് ആകാം. ജീൻസിലുള്ള ഡിഫക്റ്റ് സാധാരണ മ്യൂട്ടേഷൻ എന്നാ വിളിക്കുക. അപ്പൊ ജീനിലുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചത് മൂലമാകാം, അല്ലെങ്കിൽ ക്രോമസോമിലെ ഡിഫക്റ്റ് ആകാം. ക്രോമസോമൽ ഡിഫക്റ്റിനെ വിളിക്കുന്ന പേര് ക്രോമസോമൽ അബറേഷൻസ് എന്നാ വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോ ജീൻ ഡിഫക്റ്റ് മൂലമോ, ജീനിൽ വരുന്ന മ്യൂട്ടേഷൻ മൂലമോ, അല്ലെങ്കിൽ ക്രോമസോമിന്റെ ഡിഫക്റ്റ് മൂലമോ, ക്രോമസോമൽ അബറേഷൻസ് മൂലമോ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ജനറ്റിക് ഡിസോർഡർ. അതുകൊണ്ട് തന്നെ ഈ ജനറ്റിക് ഡിസോർഡറിനെ 2 ആക്കി തിരിക്കാം. ജീൻസിൽ ഉണ്ടാകുന്ന ജനറ്റിക് ഡിസോർഡറിനെ വിളിക്കുന്ന പേരാണ് മെന്റേലിയൻ ജനറ്റിക് ഡിസോർഡർ എന്ന് വിളിക്കും. കാരണം ഇത്തരം ഡിസോർഡേഴ്സ് അടുത്ത ജനറേഷനിലേക്ക് മെന്റേലിയൻ പ്രിൻസിപ്പിൾ അനുസരിച്ച്,
ഓക്കെ, സെഗ്രിഗേഷനും ഡോമിനൻസ് ഒക്കെ അനുസരിച്ച് അടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്യും? ഇൻഹെറിറ്റ് ചെയ്യും. ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള ജനറ്റിക് ഡിസോർഡേഴ്സിന് വിളിക്കുന്ന പേരാണ് മെന്റലിൻ ഡിസോർഡേഴ്സ്. അത് പൊതുവെ എവിടെയാ തകരാറുണ്ടാകുക? ജീനിലുള്ള മ്യൂട്ടേഷൻ മൂലമായിരിക്കും ഉണ്ടാകുക. ഓക്കെ, എന്നാൽ ക്രോമസോമിലുള്ള തകരാറ് മൂലമാണ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുക. ഈ ഡിസോർഡേഴ്സ് ഇത്തരം ഇൻഡിവിജ്വൽ സ്റ്റെറൈൽ ആയിരിക്കും. ഓക്കെ, ഗ്യാമിറ്റോജൻസിസ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെ റീപ്രൊഡക്ഷൻ നടന്നിട്ടില്ല എങ്കിൽ അടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യോ? ഇല്ല. നോൺ ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ് ഇത് ക്രോമസോമൽ ഡിസോർഡർ. ഇത്തരം ആളുകൾക്ക് ജനറലി റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാകാറില്ല. അതുകൊണ്ട് അടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്യില്ല? പാസ് ചെയ്യില്ല. ഇതാണ് രണ്ട് തരത്തിലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ്. ജീനിലുള്ള ഡിഫക്റ്റ് മൂലമാണെങ്കിൽ മെന്റലിൻ ഡിസോർഡേഴ്സ് അത് മെന്റലിൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് അടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യും. ഇനി ക്രോമസോമിലുള്ള തകരാറാണെങ്കിൽ അത് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ്. അത് അടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്യില്ല? ജനറലി ഇൻഹെറിറ്റ് ചെയ്യാറില്ല. ഇനി ഈ മെന്റലിൻ ഡിസോർഡേഴ്സിനെ രണ്ടാക്കി തിരിക്കുക. ആ ഡിഫക്റ്റഡ് ജീന്, ആ മ്യൂട്ടേറ്റഡ് ജീന് ഓട്ടോസോമൽ ക്രോമസോമിൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോസോമൽ മെന്റേലിയൻ ജനറ്റിക് ഡിസോർഡർ എന്ന് വിളിക്കും. അതല്ല സെക്സ് ക്രോമസോമിലാണെങ്കിൽ, എക്സ് ക്രോമസോമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെക്സ് ലിങ്ക്ഡ് മെന്റേലിയൻ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ ഏത് ക്രോമസോമിലാണ് ആ മ്യൂട്ടേറ്റഡ് ജീൻ ഇരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ മെന്റലിൻ ഡിസോർഡേഴ്സിനെ രണ്ടാക്കി തിരിക്കാം. ഓട്ടോസോമൽ മെന്റലിൻ ഡിസോർഡേഴ്സ് ആൻഡ് സെക്സ് ലിങ്ക്ഡ് മെന്റലിൻ ഡിസോർഡേഴ്സ്. ഓട്ടോസോമൽ മെന്റലിൻ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് ക്രോമസോമിലാണ്? ഓട്ടോസോമൽ ക്രോമസോമിലായിരിക്കും. സെക്സ് ലിങ്ക്ഡ് എന്ന് പറയുമ്പോൾ ജനറലി ഏത് ക്രോമസോമിലായിരിക്കും? എക്സ് ക്രോമസോമിലായിരിക്കും. ഇനി ഈ ഓട്ടോസോമിലിനെയും സെക്സ് ലിങ്ക്ഡിനെയും വീണ്ടും രണ്ടാക്കി തിരിക്കാം. ഓട്ടോസോമൽ ഡൊമിനന്റ് ഡിസോർഡേഴ്സ് ഉണ്ട്, അതേപോലെ ഓട്ടോസോമൽ റെസീവ് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇവിടെയും സെയിം തന്നെയാണ്. സെക്സ് ലിങ്ക്ഡ് ഡൊമിനന്റ് ഉണ്ട്, സെക്സ് ലിങ്ക്ഡ് റെസീവ് ഉണ്ട്. എന്താണ് ഈ ഡൊമിനന്റ് റെസീവ് എന്ന് പറഞ്ഞാൽ? നമ്മള് ടി പറഞ്ഞു, നമ്മൾ ടോൾനെസ് പറഞ്ഞപ്പോൾ ടോൾനെസ് ഡോമിനന്റ് ആണ്. അപ്പൊ ടി ആണെങ്കിലും ടി സ്മോൾ ടി ആണെങ്കിലും എന്താ? ടോൾ ആണ്. റെസീവ് എപ്പോൾ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ? ഇത് ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രമേ ഡോഫ് ആകുള്ളൂ അല്ലെ. അതായത് ഒരു മ്യൂട്ടേറ്റഡ് അലീല് ഹോമോസൈഗസ് കണ്ടീഷനിലും മ്യൂട്ടേറ്റഡ് അലീല് ഹെട്രോസൈഗസ് കണ്ടീഷനിലും ഡിസീസ്ഡ് ആണെങ്കിൽ, എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസോർഡേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എ ആണെങ്കിലും എ ആണെങ്കിലും രോഗമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ, ഡിസോർഡേഴ്സിന് കാരണമാകുന്നുണ്ട് എങ്കിൽ അതാണ് ഡൊമിനന്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. എന്നാൽ ഹോമോസൈഗസിൽ മാത്രമേ ഡിസോർഡേഴ്സ് ആകുന്നുള്ളൂ എങ്കിൽ, എ വന്നാൽ മാത്രമേ എഫക്റ്റഡ് ആകുന്നുള്ളൂ എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റെസസീവ്. അവിടെ നോക്കുക, ടോൾനെസ് ഹോമോസൈഗസിലും മെട്രോസൈഗസിലും എഫക്റ്റഡ് ആകും. കാരണം എന്താ? ടോൾനെസ് വരും. കാരണം എന്താ? അത് ഡോമിനന്റ് ആണ്. അപ്പൊ ഹോമോസൈഗസ് മെട്രോസൈഗസിൽ രോഗം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഡോമിനന്റ് ഡിസോർഡർ ആണ്. എന്നാൽ ഹോമോസൈഗസിൽ മാത്രമേ രോഗം ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ അതെന്താണ്? റെസസീവ് ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും എക്സ് ഹോമോസൈഗസ് ആയാലും എക്സ് വന്നാലും ഡിസോർഡർ ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, എക്സ് തന്നെ വരണം എങ്കിൽ മാത്രമാണ് ഡിസോർഡേഴ്സ് വരും. മെയിലിന്റെ കേസിലാണെങ്കിൽ ഒരു എക്സേ ഉള്ളൂ അല്ലെ. മെയിലിന്റെ കേസിലാണെങ്കിൽ ഒരു എക്സിന് തന്നെ ഡിസോർഡർ വന്നു കഴിഞ്ഞാലും എഫക്റ്റഡ് ആകും. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേര് ഹെമിസൈഗസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഹോമോസൈഗസ് ഒന്നും പറയാൻ പറ്റൂല, ഹെട്രോസൈഗസ് ഒന്നും പറയാൻ പറ്റൂല. കാരണം എന്താ? ഒരു എക്സേ ഉള്ളൂ, ഒന്ന് വൈ ആണ്. അപ്പൊ പെയറായിട്ട് നിൽക്കൂല. ചില ജീൻസ് എന്ത് ചെയ്യും? പെയറായിട്ട് നിൽക്കൂല. അപ്പോൾ ഒരാൾ മാത്രം എന്നുള്ള അർത്ഥത്തിൽ എന്ത് കൊടുക്കാറുണ്ട്? പകുതി എന്ന അർത്ഥത്തിൽ എന്ത് കൊടുക്കാറുണ്ട്? ഹെമിസൈഗസ് കണ്ടീഷൻ എന്ന് കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ജീനിലെ ഡിഫക്റ്റ് മൂലമാണ് ഡിസോർഡർ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെന്റലിൻ ഡിസോർഡർ. മെന്റലിൻ ഡിസോർഡർ വിളിക്കാൻ കാരണം അത് മെന്റലിൻ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഇൻഹെറിറ്റ് ചെയ്യും. ആ മ്യൂട്ടേറ്റഡ് ജീന് ഓട്ടോസോമൽ ക്രോമസോമിൽ ആണെങ്കിൽ ഓട്ടോസോമൽ മെന്റലിൻ ജനറ്റിക് ഡിസോർഡർ, എക്സ് ക്രോമസോമിലാണെങ്കിൽ സെക്സ് ലിങ്ക്ഡ് മെന്റലിൻ ഡിസോർഡർ. ഇനി ആ ഡിസീസ് ഹോമോസൈഗസ് കണ്ടീഷനിലും ഹെട്രോസൈഗസ് കണ്ടീഷനിലും രോഗം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഡോമിനന്റ് ഡിസീസ് ആണ്. ഹോമോസൈഗസിൽ മാത്രമേ രോഗം എക്സ്പ്രസ് ചെയ്യുള്ളൂ എങ്കിൽ റെസസീവ് ആണ്. അതേപോലെ തന്നെ സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് റെസീവ്. ഇവിടെ റെസീവിൽ ഹെമിസൈഗസിലും എന്ത് ചെയ്യും? എഫക്റ്റഡ്. ഹോമോസൈഗസിലും ഹെമിസൈഗസിലും എന്ത് ചെയ്യും? എഫക്റ്റഡ് ആയിരിക്കും.
ഓക്കെ, ക്രോമസോമൽ ഡിസോർഡറിലേക്ക് വരാം. ഇൻഹെറിറ്റ് ചെയ്യാത്ത ഡിസോർഡർ ആണ്. ക്രോമസോമിന്റെ അബറേഷൻസ് മൂലം, ക്രോമസോമിലുള്ള ചേഞ്ചസ് മൂലം, ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ഡിസോർഡർ ആണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ക്രോമസോമൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ക്രോമസോമിന്റെ നമ്പറിൽ വരുന്ന ചേഞ്ച് ആണ്. അതേപോലെ തന്നെ ക്രോമസോമിന്റെ സ്ട്രക്ചറൽ ഡിഫക്റ്റ് ആണ്. ഇപ്പൊ ക്രോമസോമിൽ അബറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്രോമസോമിന്റെ നമ്പറിൽ വരുന്ന ചേഞ്ച് ആകാം, അല്ലെങ്കിൽ ക്രോമസോമിന്റെ സ്ട്രക്ചറിൽ വരുന്ന ഡിഫക്റ്റ് ആകാം. അതായത് സ്ട്രക്ചർ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മുറിഞ്ഞു പോകാന്ന് വിചാരിക്കുക, ഇത്രയും ഭാഗം മുറിഞ്ഞു പോകാന്ന് വിചാരിക്കുക, സ്ട്രക്ചറിൽ മാറ്റം വന്നില്ലേ, അപ്പൊ അത്രയും ജീൻ നഷ്ടപ്പെട്ടില്ലേ, അപ്പൊ അത്രയും ക്യാരക്ടർ അവിടെ ഉണ്ടാകുന്നില്ല, അത്രയും പ്രോട്ടീൻ അവിടെ ഉണ്ടാകുന്നില്ല, ഡിഫക്റ്റഡ് ആയി, ഡിസോർഡർ വന്നു. അങ്ങനെ ക്രോമസോമിന്റെ സ്ട്രക്ചറൽ ഡിഫക്റ്റ് മൂലമാകാം, അല്ലെങ്കിൽ ക്രോമസോമിന്റെ നമ്പറിലെ ഡിഫക്റ്റ് മൂലമാകാം ഏത് ഡിസോർഡേഴ്സ് വരുന്നത്, ക്രോമസോമൽ ഡിസോർഡേഴ്സ് വരുന്നത്. ഓക്കെ, ആ ക്രോമസോമിലെ നമ്പറിലെ ചേഞ്ചുകൾ രണ്ട് രൂപത്തിലുണ്ട്. നമ്പർ ചേഞ്ച് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് വിളിക്കുന്ന പേരാണ് അന്യൂപ്ലോയിഡി എന്ന് വിളിക്കുക. അന്യൂപ്ലോയിഡി നമ്പറിൽ വരുന്ന ഒരു ചേഞ്ച് ആണ് അന്യൂപ്ലോയിഡി. അന്യൂപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ക്രോമസോമുകൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്രോമസോമുകൾ നഷ്ടപ്പെടുക. പ്ലസ് ഓർ മൈനസ് ഒരു ഒറിജിനൽ സെറ്റ്, അതായത് ഡിപ്ലോയിഡ് കണ്ടീഷനിലേക്ക് ഒന്നോ രണ്ടോ ക്രോമസോമുകൾ ഗെയിൻ ചെയ്യുക, ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒറിജിനൽ സെറ്റിൽ നിന്ന് 2n നിന്ന് ഒന്നോ രണ്ടോ ക്രോമസോമുകൾ എന്ത് ചെയ്യുക, നഷ്ടപ്പെടുക. That gain or loss of one or two chromosomes are called aneuploidy. Gain or loss of one or two chromosomes are called aneuploidy. Okay, ഇത് തന്നെ പലതരത്തിലുണ്ട്. ഇതാണൊരു ഒറിജിനൽ സെറ്റെങ്കിൽ, ഒരു പെയറെങ്കിൽ ഇതിലേക്ക് ഒരു എക്സ്ട്രാ സെറ്റ് വന്നു, അതായത് 2nലേക്ക് ഒരാൾ എക്സ്ട്രാ വന്നു എങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ്, ഒരു എക്സ്ട്രാ ആൾ വന്നു എങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ട്രൈസോമി എന്ന് വിളിക്കും. ഇനിതാ രണ്ട് പേരാണ് എക്സ്ട്രാ വരുന്നെങ്കിൽ, അതായത് ഒരു പെയറിലേക്ക് രണ്ട് പേരാണ് എക്സ്ട്രാ വരുന്നെങ്കിൽ 2n+2 ആണെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേര്, ടോട്ടൽ 4 ക്രോമസോമിലെ 4 ക്രോമസോം ആണെങ്കിൽ ആ കണ്ടീഷൻ ടെട്രാസോമി. ഓക്കെ, ഇനിയുണ്ട് വേറെ കണ്ടീഷൻ. ഇതാ ഒരു സെറ്റിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു എങ്കിൽ -1 ആണെങ്കിൽ, അതായത് 2n-1 ആണെങ്കിൽ ഒരു 2 പകരം 1 ആയിട്ട് മാറി ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് മോണോസോമി. ഇനി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു എങ്കിൽ, രണ്ടും കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു എങ്കിൽ അവിടെ ക്രോമസോമേ ഇല്ല, 2n-2 ആയിട്ട് മാറി ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഒന്നുമില്ലാത്ത അവസ്ഥ, നള്ളിസോമി. ഓക്കെ അല്ലേ? അപ്പൊ അന്യൂപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ചേഞ്ച് അല്ല, എന്നാലും ഡിഫക്റ്റഡ് ആകുന്ന ചേഞ്ച് തന്നെയാണ്. ഒന്നോ രണ്ടോ ക്രോമസോമുകൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്രോമസോമുകൾ നഷ്ടപ്പെടുക. Gain or loss of 1 or 2 chromosome from the original set of chromosome is called aneuploidy. അതിൽ ഒരു ക്രോമസോമാണ് ആഡ് ചെയ്യുന്നെങ്കിൽ 3 ആയിട്ട് മാറും, ട്രൈസോമി ആകും. 2 ആഡ് ചെയ്യുന്നെങ്കിൽ 4 ആയിട്ട് മാറും, ടെട്രാസോമി ആയിട്ട് മാറും. ഒന്ന് നഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ മോണോസോമി, 2 നഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നള്ളിസോമി. ഓക്കെ, ഇനി വേറൊരു ചേഞ്ചും കൂടി ഉണ്ട്, അത് നോക്കുക. അന്യൂപ്ലോയിഡ് പോലെ തന്നെ വരുന്ന വേറൊരു ചേഞ്ച് ആണ് അതിനെ വിളിക്കുന്ന പേരാണ് പോളിപ്ലോയിഡി എന്ന് വിളിക്കുക. അന്യൂപ്ലോയിഡി അല്ല, പോളിപ്ലോയിഡി എന്നാണ് വിളിക്കുക. പോളിപ്ലോയിഡി അതായത് ഇവിടെ 1-2 ക്രോമോസോം എല്ലാം ആഡ് ചെയ്യുക, ഒരു സെറ്റ് മുഴുവനായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ക്രോമസോം ഉണ്ടാവും? ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിൽ 23 ഒരു സെറ്റ്. അപ്പോൾ 46ലേക്ക് 23 ആഡ് ചെയ്ത് 3n ആയിട്ട് മാറി ആ കണ്ടീഷൻ വിളിക്കുന്ന പേര് ട്രിപ്ലോയിഡ് എന്ന് വിളിക്കും. 1-2 അല്ല, ഒരു സെറ്റ് മുഴുവനായിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതാണ് പോളിപ്ലോയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി 2 സെറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 4n ആയിട്ട് മാറി, ടെട്രാപ്ലോയിഡ് ആയിട്ട് മാറി. ഇനി 3 സെറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പെന്റാപ്ലോയിഡ് ആയിട്ട് മാറി അല്ലേ? അപ്പൊ ഇത്തരത്തില് എന്ത് ചെയ്യുന്നു? 1-2 ക്രോമസോമുകളല്ല,
എൻ്റയർ സെറ്റ് ഓഫ് ക്രോമസോംസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത്തരം ക്രോമസോമൽ അബറേഷൻസിന് ഡിഫക്ട്സിനെ വിളിക്കുന്ന പേരാണ് പോളിപ്ലോയിഡ് എന്ന് വിളിക്കും. അപ്പോൾ അന്യൂപ്ലോയിഡി മൂലം 1-2 ക്രോമസോമുകൾ ആഡ് ചെയ്യുക, കുറേ ചെയ്യുക, ആ അന്യൂപ്ലോയിഡി. ഒരു മുഴുവൻ സെറ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് പോളിപ്ലോയിഡി. ഇത് രണ്ടും മൂലമാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് സംഭവിക്കുന്നത്. മെന്റൽ ഡിസോർഡേഴ്സ് ജീൻസിലെ തകരാറ് മൂലമാണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഓട്ടോസോമൽ ആകാം, സെക്സ് ക്രോമസോമൽ ആകാം, സെക്സ് ലിങ്ക്ഡ് ആകാം, ഡോമിനന്റ് ആകാം, റെസീവ് ആകാം എന്ന് പറഞ്ഞു. ക്രോമസോമിലെ അബറേഷൻസ് മൂലമാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്. അത് അന്യൂപ്ലോയിഡ് മൂലമാകാം, അല്ലെങ്കിൽ എന്ത് മൂലമാകാം? പോളിപ്ലോയിഡ് മൂലമാകാം. 1-2 ക്രോമസോമുകളുടെ വ്യത്യാസമാണെങ്കിൽ അത് അന്യൂപ്ലോയിഡി ആണ്. ഒരു സെറ്റ് മുഴുവൻ ഉണ്ടാകുന്ന വ്യത്യാസമാണെങ്കിൽ 3n 4n 5n അങ്ങനെ പോകുകയെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളിപ്ലോയിഡ് എന്ന് വിളിക്കും. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഓരോ ഡിസോർഡേഴ്സും പഠിക്കാനുണ്ട്. ഹീമോഫീലിയ പഠിക്കാനുണ്ട്, കളർ ബ്ലൈൻഡ്നസ് പഠിക്കാനുണ്ട്, സിക്കിൾ സെൽ അനീമിയ പഠിക്കാനുണ്ട്, തലാസീമിയ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഏതിലേക്കും വരാനുണ്ട്? ക്രോമസോമൽ ഡിസോർഡർ ആയിട്ട് ഡൗൺ സിൻഡ്രോം, ടെർണർ സിൻഡ്രോം, ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ഒക്കെ പഠിക്കാനുണ്ട്. എൻട്രൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനി നമ്മൾ ഓരോ ജനറ്റിക് ഡിസോർഡേഴ്സും പഠിക്കാൻ പോകും. അതിൽ ഫസ്റ്റ് ഡിസോർഡർ ആണ് കളർ ബ്ലൈൻഡ്നസ് കേട്ടോ. കളർ ബ്ലൈൻഡ്നസ്, വർണ്ണ എന്നൊക്കെ പറയും. ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. കളർ ബ്ലൈൻഡ്നസ് ജനറ്റിക്സിലെ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പഠിക്കുന്നത്. കളർ ബ്ലൈൻഡ്നസ് ഈസ് എ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. കളർ ബ്ലൈൻഡ്നസ് ഈസ് എ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. അങ്ങനെ പറഞ്ഞാൽ ആ കളർ ബ്ലൈൻഡ്നസിന് കാരണമായിട്ടുള്ള ജീൻ ഇരിക്കുന്നത് ഏത് ക്രോമസോമിലാണ്? എക്സ് ക്രോമസോമിലാണ്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് സമയത്താണ്? റെസസീവ് ഡിസോർഡേഴ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ രണ്ടും എന്താകണം? ആ ഹോമോസൈഗസ് കണ്ടീഷനിലെ ആ വ്യക്തി എന്തായിട്ട് മാറുള്ളൂ? കളർ ബ്ലൈൻഡ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഈ കളർ ബ്ലൈൻഡ്നസിന് കാരണം പ്രധാനമായിട്ട് വരുന്ന 2 കളർ ബ്ലൈൻഡ്നസ് ആണ്. റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നസ് ആണ് കൂടുതലായിട്ട്. ജനറ്റിക് ഡിസോർഡറിൽ വരുന്ന കളർ ബ്ലൈൻഡ്നസ് റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റെറ്റിനയില് 3 തരം കോൺസെൽസ് ഉണ്ട്. കോൺസെൽസ് റെഡ് കളറിന് കാരണമായിട്ടുള്ളതുണ്ട്, ഗ്രീൻ കളറിന് കാരണമായിട്ടുള്ളതുണ്ട്, ദെൻ ബ്ലൂ കളറിന് കാരണമായിട്ടുള്ള കോൺസെൽസ് ഉണ്ട്. ഓക്കെ, ഈ ഡിഫറെന്റ് കളറിന് കാരണം അതിലുള്ള ഓപ്സിൻ പ്രോട്ടീനിലുള്ള അമിനോ ആസിഡ് സീക്വൻസിലുള്ള വ്യത്യാസം മൂലമാണ് ചില കോൺസെൽസ് റെഡ് കളർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓപ്സിൻ വേറെ, ഓപ്സിലെ പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് വേറെ രൂപത്തിലാണെങ്കിൽ അത് ഗ്രീൻ കളറിനനുസരിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യും. ഇനി വേറെ ടൈപ്പ് അമിനോ ആസിഡ് സീക്വൻസ് ആണെങ്കിൽ അത് ബ്ലൂ കളറിനനുസരിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് 3 തരത്തിലുള്ള കോൺസെൽസ് ഉണ്ടായത്. 3 തരത്തിലുള്ള കളർസ് നമുക്ക് കാണാൻ പറ്റുന്നത്, അതിന്റെ കോമ്പിനേഷൻസ് കാണാൻ പറ്റുന്നത്. അപ്പോ ഈ ഓപ്സിൻസിനെ കോഡ് ചെയ്യുന്നത് ജീനാണ്. ഓപ്സിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ്. ആ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീനാണ്. ആ ജീൻ കാണപ്പെടുന്ന ഏത് ക്രോമസോമിലാണ്? എക്സ് ക്രോമസോമിലാണ്. ഈ ജീനിന് വല്ല തകരാറ് സംഭവിക്കാന്നുണ്ടെങ്കിൽ ആ ഓപ്സിന് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? തകരാറ് സംഭവിക്കും. റെഡ് ഓപ്സിനും ഗ്രീൻ ഓപ്സിനും അങ്ങനെ തകരാറ് സംഭവിക്കുമ്പോൾ റെഡ് കളറോ ഗ്രീൻ കളറോ കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ റെഡ് കളറിന്റെയും ഗ്രീൻ കളറിന്റെയും കോമ്പിനേഷൻസ് കാണാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു അബ്നോർമൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് കളർ ബ്ലൈൻഡ്നസ്. റീസൺ മനസ്സിലായില്ലേ? കോൺസെൽസ് 3 തരത്തിലുള്ള കോൺസെൽസ് ഉണ്ട്. റെഡ് ഗ്രീൻ ബ്ലൂ കോൺസെൽസ് ഉണ്ട്. ഈ കോൺസെൽസിൽ ഓപ്സിൻ പ്രോട്ടീൻസ് ഉണ്ട്. ആ ഓപ്സിൻ പ്രോട്ടീൻസിലുള്ള അമിനോ ആസിഡ് സീക്വൻസിലുള്ള ചേഞ്ച് അനുസരിച്ചിട്ടാണ് ഓരോ കളർ കോൺസെൽസ് ഉണ്ടാകുന്നത്. ഇനി ആ ഓപ്സിനെ കോഡ് ചെയ്യുന്ന ജീൻ ഉണ്ട്. ആ ഓപ്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ എക്സ് ക്രോമസോമിലാണ് ഇരിക്കുന്നത്. ആ ജീന് തകരാറ് മൂലം 2 കളറുകൾ, ബ്ലൂ വേറെ റീസൺസ് ആണ്, റെഡ് ഗ്രീൻ കളറുകൾ കാണാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് കളർ ബ്ലൈൻഡ്നസ്. ഇറ്റ് ഈസ് എ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. ആ മ്യൂട്ടേറ്റഡ് ജീൻ ഇരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് കണ്ടീഷനിലായിരിക്കും? ഹോമോസൈഗസ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, നമുക്ക് അതിന്റെ ജീനോടൈപ്പിലേക്കും ഫീനോടൈപ്പിലേക്കും ഒന്ന് പോകാം. ഇവിടെ എക്സ് ലിങ്ക്ഡ് ആകുമ്പോൾ നമ്മൾ ജീന് ടി നിട്ടാ പോരാ, എക്സിലാണോ വൈയിലാണോ എന്നൊക്കെ സ്പെസിഫൈ ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം. ഒരൊറ്റ തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജീനോടൈപ്പും ഫീനോടൈപ്പും ശ്രദ്ധിക്കുക. ജീനോടൈപ്പ്, ഫീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഓക്കെ കളർ ബ്ലൈൻഡ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എക്സ് ആണെങ്കിൽ ഫീമെയിൽ ആണ്, സംശയമില്ല, ഫീമെയിൽ ആണ്. അതില്
നോർമൽ അലീലാണെന്നുണ്ടെങ്കിൽ, നോർമൽ ഓപ്സിന്റെ അലീലാണെന്നുണ്ടെങ്കിൽ, അതായത് ക്യാപിറ്റൽ സി ഞാൻ നോർമലിന് കൊടുക്കുകയാണ്, സ്മോൾ സി ഞാൻ മ്യൂട്ടേറ്റ് കൊടുക്കുകയാണ് കേട്ടോ. ക്യാപിറ്റൽ സി ഞാൻ നോർമൽ ഓപ്സിന് കൊടുക്കുകയാണ്, സ്മോൾ സി ആണെങ്കിൽ മ്യൂട്ടേറ്റഡ് ആയിട്ട് കൊടുക്കുക കേട്ടോ, മ്യൂട്ടേറ്റഡ് ആയി കൊടുക്കുക. ഇവിടെ എക്സും നിർബന്ധമാണ്, സെക്സും നിർബന്ധമാണ്. സെക്സ് ലിങ്ക്ഡ് ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് സെക്സ് നിർബന്ധമാണ്. അപ്പോൾ എക്സുമാണ് വരുന്നെങ്കിൽ ഫീമെയിൽ ആണ് അല്ലേ. ഇത് രണ്ടും ക്യാപിറ്റൽ സി ആയതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, നോർമൽ ഫീമെയിൽ ആണ്. കളർ ബ്ലൈൻഡ് അല്ല, ഫീമെയിൽ ഒന്നല്ല, നോർമൽ ഫീമെയിൽ ആണ്. ഓക്കെ, ഇനി ഇങ്ങനെ വരാം, എക്സ് വൈ വരാം. എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആരാ? മെയിൽ ആണ് അല്ലെ. ആ മെയിലില് ഒരു എക്സേ ഉള്ളൂ, ആ എക്സിൽ നോർമൽ അലീലാന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ സി ആന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടോ? ഇല്ല, ആ മെയിലും എന്ത് തന്നെയാണ്? നോർമൽ മെയിലാണ്. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് വരാം. എക്സ് സി ക്യാപിറ്റൽ സി, എക്സ് സ്മോൾ സി, ഹെട്രോസൈഗസ് കണ്ടീഷൻ അല്ലെ. ഫീമെയിൽസില് ഇതാ കളർ ബ്ലൈൻഡ്നെസിന്റെ അലിയില് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരികയാണ്. ഇറ്റ് ഈസ് എ റെസസീവ് ഡിസീസ്. റെസസീവ് ഡിസീസ് എന്ന് പറയുമ്പോൾ സി സി വന്നാലേ എന്തുണ്ടാകുള്ളൂ? ഡിസീസ് ഉണ്ടാകുള്ളൂ. ക്യാപിറ്റൽ സി സ്മോൾ സി വന്നാലും ഇത് രണ്ട് വന്നാലും പ്രശ്നമില്ല. ഇത് കാണാൻ എന്ത് കളർ ബ്ലൈൻഡ്നസിന് കാരണമാകുന്ന റെസസീവ് ഡിസീസ് ആയതുകൊണ്ട് അപ്പൊ ഇതൊരു പ്രശ്നമൊന്നുമില്ല. ഫീമെയിൽ ആണ്, നോർമൽ ഫീമെയിൽ തന്നെയാണ് ഇയാളും, നോർമൽ ഫീമെയിൽ തന്നെയാണ് ഈ വ്യക്തിയും. പക്ഷേ ഇതില് ഒരാള് മ്യൂട്ടേറ്റഡ് ആയതുകൊണ്ട്, ഒരാള് കളർ ബ്ലൈൻഡ്നെസിന്റെ അലിയിലുള്ളത് കൊണ്ട് ഇത് അടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഈ ഫീമെയിൽസിനെ വിളിക്കുന്ന പേരാണ് കാരിയർ ഫീമെയിൽസ്. നോർമൽ ആണ്, കളർ ബ്ലൈൻഡ് ഒന്നല്ല, പക്ഷെ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെന്ത് വിളിക്കാറുണ്ട്? കാരിയേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഒരു ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആകണമെന്നുണ്ടെങ്കിൽ ഹോമോസൈഗസ് കണ്ടീഷൻ വരണ്ടേ? അതായത് രണ്ടും എന്താകണം? കളർ ബ്ലൈൻഡ് അലീലാകണം. ഇതാ ഇങ്ങനെ എക്സ് സി ആണെങ്കിൽ മാത്രമാണ് ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആയിട്ട് മാറുക. ഓക്കെ, ഇതാണ് എഫക്റ്റഡ് കണ്ടീഷൻ. കളർ ബ്ലൈൻഡ് ഫീമെയിൽ. എക്സ് ആണെങ്കിൽ കളർ ബ്ലൈൻഡ് രണ്ടും സ്മോൾ സി വരികയാണെങ്കിൽ, സോറി എക്സസ് ആണെങ്കിൽ ഫീമെയിൽ, ദെൻ സി റെസീവ് കണ്ടീഷൻ, ഹോമോസൈഗസ് കണ്ടീഷൻ ആണെങ്കിൽ കളർ ബ്ലൈൻഡ് ആയിട്ട് മാറും. ഓക്കെ, മെയിലിൽ രണ്ട് എക്സ് ഇല്ല, ഒരു എക്സേ ഉള്ളു അല്ലെ. ഒരു എക്സും ഒരു വൈയും ആണ്. അപ്പൊ മെയിലിൽ രണ്ട് അലിയിലും സി ആവണമെന്നില്ല, ഒരാൾ തന്നെ സി ആയാൽ മതി. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹെമിസൈഗസ് കണ്ടീഷൻ എന്ന് വിളിക്കും. അപ്പൊ തന്നെ മെയിൽ എന്തായിട്ട് മാറും? കളർ ബ്ലൈൻഡ് ആയിട്ട് മാറും. എക്സ് വൈ മെയിലാണ്, ഹെമിസൈഗസിൽ തന്നെ വൈ ഇല്ലാത്ത എക്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു എക്സിൽ തന്നെ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ മെയിൽസ് എന്തായിട്ട് മാറും? കളർ ബ്ലൈൻഡ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് ആ ജീനോടൈം ഫീനോടൈം വരുന്നത്. ഈ ജീനോടൈം ഫീനോടൈം നോക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇവിടെ രണ്ട് മെയിൽസിന്റെ കണ്ടീഷൻ ഉണ്ട്, 3 ഫീമെയിൽസിന്റെ കണ്ടീഷൻ ഉണ്ട്. ഇതില് ഒരൊറ്റ തവണ 3-ൽ 1 മാത്രമേ 1/3 ചാൻസേ ഉള്ളൂ ഫീമെയിൽസ് കളർ ബ്ലൈൻഡ് ആകാൻ അല്ലെ. എന്നാല് രണ്ട് മെയിൽസ് ഉണ്ട്, രണ്ട് മെയിൽസില് ഒരാളെന്തായിരിക്കും? കളർ ബ്ലൈൻഡ് ആയിരിക്കും. അതായത് 1/2 ചാൻസ് മെയിൽ ബിക്കം കളർ ബ്ലൈൻഡ്, ദെൻ 1/3 ചാൻസ് ആണ് ഫീമെയിൽ ബിക്കം കളർ ബ്ലൈൻഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്സ് ലിങ്ക്ഡ് റെസീവ് ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വരാൻ ചാൻസ് കൂടുതൽ ആർക്കാണ്? മെയിൽസിനാണ്. എക്സ് ലിങ്ക്ഡ് ഡിസീസ് ആണെങ്കിൽ അത് വരാൻ ചാൻസ് കൂടുതൽ ആർക്കാണ്? മെയിൽസിനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് പ്രോബ്ലംസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ പോയിന്റ്സ് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കളർ ബ്ലൈൻഡ് ഡിസീസ് എക്സ് ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ് ആണ്. അത് കോൺസെൽസിലുള്ള ഓപ്സിനെ കോഡ് ചെയ്യുന്ന ജീൻസിലുള്ള തകരാറ് മൂലമാണ് സംഭവിക്കുന്നത്. അതുമൂലം ഗ്രീൻ കളറോ റെഡ് കളറോ അതിന്റെ കോമ്പിനേഷൻസോ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ അല്ലേ? എക്സ് ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ മെയിൽസിന് വരാൻ ചാൻസ് കൂടുതലാണ്, ഫീമെയിൽസിൽ വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഇന്നൊരു പ്രോബ്ലം നോക്കുക, ഒരു ക്വസ്റ്റ്യൻ നോക്കുക. എ നോർമൽ മെയിൽ, ക്വസ്റ്റ്യൻ ആണ്. A normal male marries a female who is a carrier of color blindness. നോർമൽ മാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് വൈ ക്യാപിറ്റൽ സി കൊടുക്കുന്നു. ഹു മാരീസ് എ കാരിയർ ഫീമെയിൽ എന്ന് പറയുമ്പോൾ
ഹെട്രോസൈഗസ് കണ്ടീഷൻ അല്ലേ? കാരിയർ എന്ന് പറയുമ്പോൾ എക്സ് ആണ് ഫീമെയിൽ, ഒന്ന് ക്യാപിറ്റൽ സിയും മറ്റത് സ്മോൾ സിയും, ഒന്ന് ക്യാപിറ്റലും മറ്റത് സ്മോൾ സി. ഓക്കെ, ഇവിടെ ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്നു. എക്സ് സി അടങ്ങിയ ഗ്യാമീറ്റും വൈ അടങ്ങിയ ഗ്യാമീറ്റ് ഉണ്ടാകുന്നു. ഇവിടെയും എക്സ് സി അടങ്ങിയ ഗ്യാമീറ്റും എക്സ് സ്മോൾ സി അടങ്ങിയ ഗ്യാമീറ്റ് ഉണ്ടാകുന്നു. ഓക്കെ, ഇത് രണ്ടും കൂടിച്ചേരുന്നു, ഇത് രണ്ടും കൂടിച്ചേരും. ദെൻ ഇവിടെയും ഇത് രണ്ടും കൂടിച്ചേരുന്നു, ഇത് രണ്ടും കൂടിച്ചേരുന്നു. നോക്കുക, എക്സ് സി ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഡോമിനന്റ് സ്റ്റേറ്റിലായതുകൊണ്ട് ഡിസീസ് ഉണ്ടാവില്ല അല്ലെ. നോർമൽ ഫീമെയിൽ ആണ്, നമ്മൾ നേരത്തെ ഇത് നോർമൽ ഫീമെയിൽ ആണ്. ഇത് എക്സ് സി എക്സ് സ്മോൾ സി ആണ്, നോർമൽ ഫീമെയിൽ തന്നെയാണ്, കളർ ബ്ലൈൻഡ് ഒന്നല്ല, നോർമൽ ഫീമെയിൽ ആണ്, പക്ഷേ കാരിയർ ആണ്. ഇത് എക്സ് ക്യാപിറ്റൽ സി വൈ ആണ്, അതായത് നോർമൽ മെയിൽ ആണ്. ഓക്കെ, എക്സ് സ്മോൾ സി ക്യാപിറ്റൽ വൈ ഹെമിസൈഗസ് കണ്ടീഷൻ ആണ് അല്ലെ. ഹെമിസൈഗസ് കണ്ടീഷൻ ആകുമ്പോൾ എന്തായിട്ട് മാറി? കളർ ബ്ലൈൻഡ് മെയിലായിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഓക്കെ ഫീമെയിൽ പ്രോജനീസിന് രോഗം വരുന്നില്ല. അമ്മ കാരിയർ ആണെന്നുണ്ടെങ്കിൽ പെൺമക്കൾക്ക് എന്ത് വരുന്നില്ല? കളർ ബ്ലൈൻഡ്നെസ് വരുന്നില്ല. പക്ഷേ 1/2 ഫീമെയിൽസ് എന്താകും? കാരിയർ ആകും. 0% എഫക്റ്റഡ് ആണെങ്കിലും 1/2 രണ്ടിൽ ഒരു പെൺമക്കൾക്ക് എന്തുണ്ടാകും? ഈ രോഗം അടുത്ത ആളിലേക്ക് പകർത്താനുള്ള കഴിവ് കിട്ടും, കാരിയർ ആയിട്ട് മാറും. ഓക്കെ, ഇതെവിടെ നോക്കുക, മെയിൽസിലാണെങ്കിൽ അമ്മ കാരിയർ ആണ് എങ്കിൽ ആർക്ക് രോഗം ഉണ്ടാകും? ആൺകുഞ്ഞിന് രോഗം ഉണ്ടാകും. അത് മുഴുവനല്ല, 1/2 മെയിൽ പ്രോജനീസിന് സണ്ണിന് ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എക്സ് ലിങ്ക്ഡ്, ഈ പോയിന്റ് ഇതാണ്, എക്സ് ലിങ്ക്ഡ് റെസീവ് ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ കാരിയർ ഫീമെയിൽ നിന്ന് മെയിൽ പ്രോജനീസിലേക്കായിരിക്കും ആ ഒരു ഇൻഹെറിറ്റൻസ് നടക്കുക. മനസ്സിലായോ? എക്സ് ലിങ്ക്ഡ് റെസീവ് ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ നിന്ന് എവിടേക്കാണ് ഡിസീസ് ഉണ്ടാകുക? മെയിൽസിലേക്കാണ് ആ ഡിസീസ് എന്ത് ചെയ്യുക? ട്രാൻസ്മിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഫീമെയിൽസിന് പ്രശ്നമില്ല. ഇവിടെ മെയിൽ പകുതി പെർസെൻറ്റേജ് 1/2 ചാൻസിൽ മെയിൽസ് എന്താകും? കളർ ബ്ലൈൻഡ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് കളർ ബ്ലൈൻഡ്നെസ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ. മെയില് നോർമലും ഫീമെയിൽ കാരിയറുമാണെങ്കിൽ ഫീമെയിൽ പ്രോജനീസ് ഒക്കെ നോർമൽ ആയിരിക്കും, ഒരാൾ മാത്രം കാരിയർ, പക്ഷെ നോർമൽ തന്നെയാണ്. 1/2%, 1/2 അതായത് പകുതിയോളം മെയിൽസിന് എന്ത് വരും? രോഗം വരും. ഫീമെയിൽ നിന്ന് എക്സ് ലിങ്ക്ഡ് റെസീവ് ട്രേറ്റ് ആർക്കാ വരുന്നത്? മെയിൽസിലേക്കാണ് വരുന്നത്. അതാണ് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇപ്പൊ എങ്ങനെയാണ് ഇനി ഫീമെയിൽസ് കളർ ബ്ലൈൻഡ് ആയിട്ട് മാറുക? മെയിലിന് മാത്രം വരുന്ന രോഗമൊന്നുമില്ല, ഫീമെയിൽസും എന്തായിട്ട് മാറും? കളർ ബ്ലൈൻഡ് ആയിട്ട് മാറും. അതെങ്ങനെയാണെന്ന് അറിയോ? ഒരു മെയിൽ കളർ ബ്ലൈൻഡ് ആയിട്ട് മാറുക, XCY ആയിട്ട് മാറുക. ഒരു ഫീമെയിൽ കാരിയറെങ്കിലും ആയിട്ട് മാറുക, കാരിയറെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തായിട്ട് മാറുക? കാരിയറെങ്കിലും ആയിട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ ഫീമെയിൽസിന് ഏത് രോഗം വരും? കളർ ബ്ലൈൻഡ്നെസ് വരും എന്നാ പറയുന്നത് കേട്ടോ. നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് പറഞ്ഞ് വിശ്വസിക്കണം, നമുക്ക് ചെയ്ത് നോക്കി വിശ്വസിക്കാം. അതായത് മെയിൽ കളർ ബ്ലൈൻഡ് ആണ്, ഫീമെയിൽ എന്താണ്? ഹെട്രോസൈഗസ് കണ്ടീഷനിലെ കാരിയർ ആണ്. ഓക്കെ, അത് നോക്കാം, ചെയ്ത് നോക്കാം. ഇത് രണ്ടും കൂടി ചേർന്നായിരിക്കും. ഇത് നോർമൽ, ഇത് റിസീവ് കേട്ടോ. XC XC നോർമൽ ആണ് അല്ലെ, കാരിയർ ആണെങ്കിലും നോർമൽ ഫീമെയിൽ ആണ്. ഇത് രണ്ടും കൂടി ചേർന്നായിരിക്കും. XC ഏതാ? നോർമൽ ആണോ? ഇതാരാണ്? രണ്ടും സ്മോൾ സി വരുന്നു അല്ലെ. റെസീവ് ഡിസീസ് ആണെങ്കിൽ ഹോമോസൈഗസ് കണ്ടീഷനിലാണ് എഫക്ട് ചെയ്യുക അല്ലെ. അപ്പൊ ഇതെന്താണ്? കളർ ബ്ലൈൻഡ് ഫീമെയിൽ ആണ്, കളർ ബ്ലൈൻഡ് ഫീമെയിൽ ആണ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ചേരാണ് XCY എന്ന് പറയുന്നത് നോർമൽ മെയിൽ ആണ്. ഇനി ഇത് രണ്ടും കൂടി ചേരാന്നുണ്ടെങ്കിൽ XCY കളർ ബ്ലൈൻഡ് മെയിലാണ് അല്ലെ, കളർ ബ്ലൈൻഡ് മെയിലാണ്.
ഓക്കെ, അപ്പോ ഒരു ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആകണം എന്നുണ്ടെങ്കിൽ അച്ഛൻ ഫാദർ എന്താകണം? കളർ ബ്ലൈൻഡ് ആകണം. അമ്മ അറ്റ്ലീസ്റ്റ് എന്തായിട്ടെങ്കിലും മാറണം, കാരിയർ ആകണം. അമ്മ കാരിയറും അച്ഛൻ കളർ ബ്ലൈൻഡും ആണെങ്കിൽ മാത്രമേ ഒരു പെൺകുട്ടി എന്തായിട്ട് മാറുള്ളൂ? കളർ ബ്ലൈൻഡ് ആയിട്ട് മാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, എക്സ് ലിങ്ക്ഡ് റെസീവ് ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ അമ്മ കാരിയർ ആണെങ്കിൽ പോലും ആൺമക്കൾക്ക് എന്ത് വരാം? ഈ രോഗം വരാം. പെൺകുട്ടികൾക്ക് രോഗം വരാൻ ചാൻസ് കുറവാണെന്ന് പറയാൻ കാരണം ഇതാണ്, അച്ഛൻ കളർ ബ്ലൈൻഡ് ആകണം, അമ്മ കാരിയർ ആകണം, എങ്കിൽ മാത്രമാണ് പെൺകുട്ടികൾ എന്ത് ചെയ്യുള്ളൂ? അവർക്ക് ജനിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് 50% എന്ത് ചാൻസ് ഉണ്ടാവുള്ളൂ? കളർ ബ്ലൈൻഡ്നെസ്സിന് ചാൻസ് ഉണ്ടാവുള്ളൂ. സോ എക്സ് ലിങ്ക്ഡ് റെസീവ് ട്രേറ്റ് കോമൺ ഇൻ മെയിൽസ് ദാൻ ദാറ്റ് ഓഫ് ഫീമെയിൽസ്. ജെനറ്റിക് ഡിസോർഡറിന്റെ ഭാഗത്ത് വരുന്ന രണ്ടാമത്തെ ഡിസോർഡർ ആണ് ഹീമോഫീലിയ. കളർ ബ്ലൈൻഡ്നെസ് പോലെ തന്നെ ഹീമോഫീലിയയും ഒരു എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ്സിൽ ആ ഇൻഹെറിറ്റൻസ് പാറ്റേൺ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ ഇവിടെ ക്ലിയർ ചെയ്തോളണം. കാരണം രണ്ടും സെയിം ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ്. ഓക്കെ, സോ ഹീമോഫീലിയ ഈസ് ആൾസോ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. അതായത് എച്ച് വന്നാലേ ഡിസീസ് ഉണ്ടാകുള്ളൂ. സ്മോൾ എച്ച് വന്നാൽ കാരിയർ ആണ്. എച്ച് വന്നാൽ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ അല്ലേ? അതാണ് റെസസീവ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രമേ ഡിസീസ് കാണിക്കൂ. അപ്പൊ എന്താണ് ഈ ഹീമോഫീലിയ? ഏത് തകരാറിനാണ്, ഏത് ജീനിനാണ് തകരാറെന്നൊക്കെ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലഡ് കൊയാഗുലേഷൻ, ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട്. നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ലോസ് പ്രിവെന്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ബ്ലഡ് ക്ലോട്ടിംഗ്. ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഒരുപാട് പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. ഈ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീനിനാണ് തകരാറ്. ആന്റി ഹീമോഫിലിക് ഫാക്ടർ ഉണ്ട്, ഓക്കെ, ക്രിസ്മസ് ഫാക്ടർ, ഒരുപാട് ഫാക്ടേഴ്സ്, ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീനിനാണ് തകരാറ്. ആ ജീൻ ഇരിക്കുന്ന എവിടെയാണ്? എക്സ് ക്രോമസോമിലാണ്. ഓക്കെ, ആ ജീന് തകരാറ് മൂലം ഈ പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ കുറയും, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ഏത് പ്രോസസ് നടക്കാതെ വരും? ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കാതെ വരും. എക്സസ് ആയിട്ട് ബോഡിയിൽ നിന്ന് ബ്ലഡ് ലോസ് ഉണ്ടാകും. ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഡിസീസിനെ വിളിക്കുന്ന പേരാണ് ബ്ലീഡേഴ്സ് ഡിസീസ് എന്നും വിളിക്കാറുണ്ട്. കാരണം മറ്റൊന്നല്ല, ബ്ലഡ് ലോസ് ബോഡിയിൽ നിന്ന് ഒരുപാട് ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇനി ഇതിനെ വേറൊരു പേരിലും അറിയപ്പെടാറുണ്ട്, റോയൽ ഡിസീസ് എന്നും പറയാറുണ്ട്. അതായത് ബ്രിട്ടീഷ് റോയൽ ഫാമിലിയിൽ ക്യൂൻ വിക്ടോറിയ, എല്ലാവർക്കും അറിയാം ക്യൂൻ വിക്ടോറിയ, ഡയാന, എന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? ഈ ക്യൂൻ വിക്ടോറിയ എന്ന് പറയുന്നത് ഈ ഹീമോഫീലിയയുടെ ഒരു കാരിയർ ആണ്. ഓക്കെ, ആ ബ്രിട്ടീഷ് റോയൽ ഫാമിലിയിലെ ഒരുപാട് മെയിൽ പ്രോജനീസിന്, പ്രിൻസസിന് ഈ ഒരു ഹീമോഫീലിയ പകർന്നു കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബ്രിട്ടീഷ് റോയൽ ഫാമിലിയിലുള്ള ഒരു ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഈ ഡിസീസിനെ റോയൽ ഡിസീസ് എന്നുള്ളൊരു പേരിലും കൂടിയും അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം, ജെനറ്റിക്സിലേക്ക് വരാം. ഇപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എ എക്സ് ലിങ്ക്ഡ് റെസീവ് ഡിസീസ്. ബ്ലഡ് കൊയാഗുലേഷൻ ആവശ്യമായുള്ള പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന ജീനിനാണ് തകരാറ് സംഭവിക്കുന്നത്. അതുമൂലം ബ്ലഡ് കൊയാഗുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരും. ചെറിയ മുറിവിൽ നിന്ന് ധാരാളം ബ്ലഡ് നഷ്ടപ്പെടും, ബ്ലഡ് ലോസ് സംഭവിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ബ്ലഡ് ലോസ് ചെയ്യുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് വിളിക്കും, പിന്നെ റോയൽ ഡിസീസ് എന്നും ഈ ഡിസീസിനെ കോമൺ ആയിട്ട് വിളിക്കാറുണ്ട്. ഇനി ജെനറ്റിക്സിലേക്ക് വരാം. ജീനോടൈപ്പും ഫീനോടൈപ്പിലേക്കും വരാം. ഓക്കെ, എക്സ് ആണെങ്കിൽ ഞാൻ ക്യാപിറ്റൽ സ്മോൾ കൊടുക്കുന്നില്ല, സ്മോൾ മാത്രമേ കൊടുക്കുന്നു. നേരത്തെ വേറെ ഇതിലൊരു റെപ്രസെന്റേഷൻ ആണ്. എക്സ് ആണെങ്കിൽ നോർമൽ ഫീമെയിൽ ആണ് അല്ലെ? അതേപോലെ തന്നെ എക്സ് ആണെങ്കിലും എന്തുതന്നെയാണ്? നോർമൽ ഫീമെയിൽ തന്നെയാണ്. പക്ഷേ ആൺമക്കൾക്ക് രോഗം ഉണ്ടാക്കൂലേ? എക്സ്ന് അടുത്ത ആളുകൾക്ക് കൊടുക്കൂലേ? അതുകൊണ്ട് കാരിയർ ആണ്. പക്ഷെ ഈ ഫീമെയിലിന് പ്രശ്നമൊന്നുമില്ല, ബ്ലഡ് ലോസ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, എക്സ് വരികയാണെങ്കിൽ മാത്രമാണ്, എച്ച് വരികയാണെങ്കിൽ മാത്രമാണ് ഫീമെയിൽ എന്തായിട്ട് മാറുക? ഹീമോഫിലിക് ആയിട്ട് മാറുക. നോർമൽ മെയിൽ XY ആണെങ്കിൽ എന്തായിരിക്കും? നോർമൽ മെയിൽ ആയിരിക്കും അല്ലെ? ദെൻ മെയിൽ ഹീമോഫിലിക് ആകണമെങ്കിൽ 2 Hന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഹെമിസൈഗസ് കണ്ടീഷനിൽ തന്നെ മെയിൽ എന്തായിട്ട് മാറും?
എഫക്റ്റഡ് ആയിട്ട് മാറും, ഹീമോഫിലിക് ആയിട്ട് മാറും. അതാണ് എക്സ് ലിങ്ക് ഡിസീസ് മെയിൽസിന് കൂടുതൽ പ്രോബിലിറ്റിയിൽ വരും എന്ന് പറയുന്നത് അല്ലേ. ഫീമെയിൽസിലാണെങ്കിൽ ഈ ഒരൊറ്റ ചാൻസിൽ മാത്രമേ വരുള്ളൂ. മെയിൽസിലാണെങ്കിൽ 2-1 രൂപത്തിൽ എന്ത് വരും, ഹീമോഫീലിയ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ആ ജീനോടൈപ്പ് ഫീനോടൈപ്പ് വരുന്നത്. മെയിൽസും ഫീമെയിൽസിനും ഇങ്ങനെയാണ് വരുന്നത്. നോർമൽ ഉണ്ട്. ഫീമെയിൽസിൻ്റെ കേസിൽ കാരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഹെറ്ററോസൈഗസ് ആണെങ്കിൽ കാരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ആരിൽ വരുന്നുണ്ട്, ഫീമെയിൽസിൽ വരുന്നുണ്ട്. മെയിൽസിൽ അതില്ല. മെയിൽസിൽ 2 കണ്ടീഷൻ മാത്രം, ഒന്നുകിൽ നോർമൽ ആകാം അല്ലെങ്കിൽ എന്താകാം, ഹീമോഫീലിയ വരാം. ഓക്കെ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ, കളർ ബ്ലൈൻഡ്സിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഹീമോഫീലിയയിലേക്കും വരാം. ഒരു നോർമൽ മെയിൽ XY നോർമൽ മെയിൽ marries a female who is a carrier of color blindness. ഫീമെയിൽ ആണ്, ഹെറ്ററോസൈഗസ് ആയതുകൊണ്ട് കാരിയർ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, എത്ര പെർസെൻറ്റേജ് മെയിൽസ് ഹീമോഫീലിക് ആകും, എത്ര പെർസെൻറ്റേജ് ഫീമെയിൽസ് ഹീമോഫീലിക് ആകും, എത്ര പെർസെൻറ്റേജ് ഫീമെയിൽസ് കാരിയർ ആകും. അതാണ് ക്വസ്റ്റ്യൻ. മെയിൽസിൽ എത്ര പേര് ഹീമോഫീലിക് ആകും, ഫീമെയിൽസിൽ എത്ര പേര് ഹീമോഫീലിക് ആകും, ഫീമെയിൽസിൽ എത്ര പേര് കാരിയർ ആകും. അതാണ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ഗ്യാമീറ്റ്സ് നോക്കുക, XY. ഇവിടുത്തെ ഗ്യാമീറ്റ്സോ XH X. ഇത് രണ്ടും കൂടി ചേരുന്നു, XH X. ആരാ, കാരിയർ അല്ലേ, നോർമൽ ആണ്, കാരിയർ ഫീമെയിൽ 1. ഇത് രണ്ടും കൂടി ചേരുന്നു, XX. പ്രശ്നമുണ്ടോ? ഇല്ല, നോർമൽ ഫീമെയിൽ ആണ്, നോർമൽ ഫീമെയിൽ ആണ്. ഇവിടെ XHY ആരാ, എഫക്റ്റഡ് ഹീമോഫീലിക് മെയിൽ ആണ് അല്ലേ. ദെൻ ഇവിടെയും കൂടിച്ചേരാം, XY എന്ന രൂപത്തിൽ ഇവിടെയും കൂടിച്ചേരാം. എന്തായിരിക്കും, നോർമൽ മെയിൽ ആയിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, എത്ര മെയിൽസ് ഹീമോഫീലിക് ആണ്, അതായത് 2 മെയിൽസിലെ ഒരാള് ഹീമോഫീലിക് ആണ്, 1/2 മെയിൽസും എന്തായിരിക്കും, ഹീമോഫീലിക് ആയിരിക്കും. എത്ര ഫീമെയിൽസ് ഹീമോഫീലിക് ആണ്, ഇതിലെ 2 ഫീമെയിൽസ് ഉണ്ട്, ഇതിലേതെങ്കിലും ഫീമെയിൽസ് ഹീമോഫീലിക് ആണോ? അല്ല. 0% ഫീമെയിൽസും എന്തായിരിക്കും, ഹീമോഫീലിക് ആയിരിക്കും. 0 ഫീമെയിൽസ് ഹീമോഫീലിക് ആയിരിക്കും. ഇനി എത്ര ഫീമെയിൽസ് കാരിയർ ആയിരിക്കും ചോദിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ നോർമലും ഒരാൾ കാരിയർ അല്ലേ. 50% 1/2 ചാൻസിൽ ഫീമെയിൽസ് എന്തായിരിക്കും, കാരിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ എവിടെ എത്തുകയാണ്, അമ്മ കാരിയർ ആണെങ്കിൽ, എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണെങ്കിൽ ആർക്കാണ് രോഗം വരിക, പെൺകുട്ടിക്കാണ് രോഗം വരിക, ആൺകുട്ടിക്കാണ് രോഗം വരാനുള്ള ചാൻസ്. അമ്മയിൽ നിന്ന് ആൺകുട്ടികൾക്കാണ് എക്സ് ലിങ്ക്ഡ് റെസസീവ് ട്രൈറ്റ് എന്ത് ചെയ്യുന്നത്, എക്സ് ലിങ്ക്ഡ് ഡിസീസ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അല്ലേ. നേരത്തെ മറ്റേ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എപ്പോഴാണ് ഒരു ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആയിട്ട് മാറുന്നതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ഹൗ ദ ഫീമെയിൽ ബിക്കം കളർ ബ്ലൈൻഡ് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, അവിടെ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരിക, അച്ഛൻ എന്താകണം, കളർ ബ്ലൈൻഡ് ആകണം. അമ്മ കാരിയർ ആണെങ്കിൽ മാത്രമേ, അച്ഛൻ കളർ ബ്ലൈൻഡും അമ്മ കാരിയർ ആണെങ്കിൽ മാത്രമേ ഫീമെയിൽസ് എന്തായിട്ട് മാറുള്ളൂ, കളർ ബ്ലൈൻഡ് ആയിട്ട് മാറുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ഒരു കണ്ടീഷൻ വരില്ല. അതാണ് ഫീമെയിൽസ് റയർ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ കളർ ബ്ലൈൻഡ്സിന്റെ അതേ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് ഹീമോഫീലിയക്കും വരുന്നത്. സെയിം പോയിന്റ്സ് തന്നെ പഠിച്ചു വെക്കുക. ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തുണ്ട് വ്യത്യാസമെന്ന് മാത്രം. അത് C എന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ H എന്ന് കൊടുക്കുന്നത് മാത്രം. അല്ലേ. ഇതാണ് ഹീമോഫീലിയ എന്ന് പറയുന്ന ഡിസീസ്. ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് വിളിക്കും. ബ്രിട്ടീഷ് റോയൽ ഫാമിലി ഉള്ളത് കൊണ്ട് ഇതിനെ റോയൽസ് ഡിസീസ് എന്നും കോമൺ ആയിട്ട് വിളിക്കാറുണ്ട്.